നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1471 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ ഡോക്ടർ PKK നമ്പൂതിരി സാറാണ്. സാറ് ചീഫ് ഫിസിഷ്യൻ കെയർവെൽ ഹോമിയോ ക്ലിനിക്, അയർക്കുന്നം, കോട്ടയം. ISKയുടെ വിവിധ വേദികളിൽ ക്ലാസ് എടുത്തിട്ടുള്ള ഡോക്ടർ 46 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് സാറിനുള്ളത്. ഇതിനോടകം നമുക്ക് വളരെ നല്ല ക്ലാസ്സുകൾ മലയാള ഭാഷയിൽ വളരെ വ്യക്തമായി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സാർ ഇപ്പം നമുക്ക് ബയോകെമിക് മെഡിസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ PKK നമ്പൂതിരി സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ ആരംഭിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്, കേൾക്കാം. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ആ, ഞാന് ഇന്നിപ്പോ തുടങ്ങുന്നത് ബയോകെമിക് മെഡിസിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു. അത് ഞാനിപ്പോ പറയുന്നില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് 2 തരം മെറ്റീരിയ മെഡിക്കകളുണ്ട്. ഒരു മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്നത് പ്രൂവ് ചെയ്ത് നമ്മൾ അതിനെ നമ്മൾ പറയുന്നത് നല്ല എല്ലാ രീതിയിലും പ്രൂവ് ചെയ്തിട്ടുള്ള ക്ലാസിക് ആയിട്ട് നമുക്ക് ചികിത്സിക്കാൻ കഴിയും. മറ്റ് മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്നത് നമുക്ക് ക്ലിനിക്കൽ സിംറ്റംസിനെ ബേസ് ചെയ്തിട്ട് പല ഡോക്ടർമാര് ഒരേ ക്ലിനിക്കൽ സിംറ്റംസിന് പ്രയോജനം കിട്ടുന്നു എന്ന് പറയുന്ന ഔഷധങ്ങളെ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ക്ലിനിക്കൽ സിംറ്റംസ് ആണ് അതിനകത്ത് കൂടുതൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കുറെ ക്ലിനിക്കൽ സിംറ്റംസില് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറെ ക്ലിനിക്കൽ കണ്ടീഷൻസിൽ ഗുണം കിട്ടുന്നതായ കുറച്ച് ഔഷധങ്ങളെ കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ശരിക്കും അങ്ങനെയുള്ള കുറച്ച് ഔഷധങ്ങൾ, അത് എപ്പോഴും അത് ക്ലിനിക്കൽ പ്രൂവിങ് മുഴുവൻ നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പോളിക്രസ്റ്റ് ഔഷധങ്ങളല്ല. പക്ഷെ ഇത് പലപ്പോഴും കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന ഒത്തിരി കേസുകൾ എപ്പോഴും നമുക്ക് പോളിക്രസ്റ്റിനെ മാത്രം ബേസ് ചെയ്ത് ചികിത്സിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഔഷധങ്ങളും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയാം. അപ്പൊ ഞാൻ തുടങ്ങുകയാണ് ക്ലാസ്. ആദ്യം എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന കലന്തുല എന്ന് പറയുന്ന ഔഷധം. ഈ കലന്തുല നമ്മൾ ഉപയോഗിക്കുന്നത് തുറന്നിരിക്കുന്നതും വേഗത്തിൽ സുഖമാകാത്തതുമായ മുറിവുകളിൽ ഈ ഔഷധം പുറമേ ഉപയോഗിക്കാം. മാംസം വളർന്ന് വന്ന് സുഖമാകേണ്ട മുറിവുകളിൽ ഉള്ളിലും പുറമേയും ഈ ഔഷധം ഉപയോഗിക്കാം. സന്തുക്കളിൽ ഉണ്ടാകുന്ന മുറിവുകൾക്കും ഈ ഔഷധം ഫലപ്രദമാണ്. ക്ഷേമം മുതലായ ഉണ്ടാകുന്ന രക്തപ്രവാഹത്തെ കുറയ്ക്കുന്നതിനും ഈ ഔഷധം പ്രയോഗിക്കാം. കാൽവിരലുകളിലും ഇടകളിലും ഉണ്ടാകുന്ന തൊലി പോകൽ, വ്രണം, അതായത് നമ്മുടെ നാട്ടിലൊക്കെ വളങ്കടി എന്ന് പറയും, ഇങ്ങനെയുള്ള ഈ ഔഷധം പുറമേയും ആവശ്യമെങ്കിൽ ഉള്ളിലും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വളങ്കടിക്ക് നമ്മൾ ഈ ഔഷധം ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ കൂടെ മലാൻഡ്രിനം എന്ന് പറയുന്ന ഔഷധം കൂടി ഓൾട്ടർനേറ്റ് ചെയ്താണ് സാധാരണ ഉപയോഗിക്കാറ്. അതാണ് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടുന്നത്. പിന്നെ കൺപോളകളിൽ പല അസുഖങ്ങളും ഉണ്ടാകുന്ന ആളുകൾ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 30 ml വെള്ളത്തിൽ 10 തുള്ളി മരുന്ന് എന്ന റേഷ്യോയിൽ ഔഷധം എടുത്ത് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കഴുകുന്നത് നല്ലതാണ്. പിന്നെ ചതവ് വരുന്ന ആ കേസുകളിൽ 60 ml വെള്ളത്തിൽ 5 ml ചേർത്ത് പുറമെ തുണി നനച്ച് ഇടുക, നല്ല റിസൾട്ട് കിട്ടും. ആ ഭാഗത്ത് നിന്ന് രക്തം വരുന്നുണ്ടെങ്കിൽ ബാദൃശത്ത് കോട്ടണിൽ മുക്കിയിട്ട് അത് കോട്ടൺ ഒന്ന് ഉടക്കി കഴിഞ്ഞതിന് ശേഷം ആ രക്തം വരുന്ന ഭാഗത്ത് വച്ചാൽ മതിയാവും. അപ്പൊ ഈ രീതിയിൽ കലന്തുല എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും മുറിവുകള്, എക്സ്റ്റേണൽ മുറിവുകൾ, പറിച്ചു കയറുന്ന മുറിവുകൾക്കൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് കലന്തുല. പിന്നെ രണ്ടാമത് നമ്മുടെ അടുക്ക വരുന്ന കാർബോ അനിമാലിസ് എന്ന് പറയുന്ന മെഡിസിൻ. ഗ്ലാൻഡുകളിൽ നീർക്കോള്, പഴുപ്പ്, വൃണിപ്പ്, കല്ലിപ്പ് എന്നിവയാണ് പ്രധാനമായിട്ട് കാർബോ അനിമാലിസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഗ്ലാൻഡ് കട്ടിയാവുക എന്നതാണ് ഈ ഔഷധത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം. ഗ്ലാൻഡുകൾ കട്ടിയാവുക എന്നുള്ളതാണ് ഈ ഔഷധത്തിന്റെ ഏറ്റവും പ്രധാനമായത്. ഫ്ലൂറസിക്ക് ശേഷം നെഞ്ചത്തുണ്ടാകുന്ന കുത്തുന്ന തരം വേദനയ്ക്ക് കാർബോ അനിമാലിസ് അത് വിട്ടുപോകാതിരിക്കുമ്പോൾ, ഫ്ലൂറസിക്ക് ശേഷം നെഞ്ചത്തുണ്ടാകുന്ന കുത്തുന്ന തരം വേദന വിട്ടുപോകാതിരിക്കുന്ന
സമയത്ത് കാർബോ അനിമാലിസ് നല്ല റിസൾട്ട് കിട്ടും. ഭാരം പിടിച്ചുയർത്തുമ്പോഴും സന്തുക്കളിൽ ഉണ്ടാകുന്ന ബലഹീനത, ഒരു ഭാരം വലിച്ചെടുക്കുമ്പോൾ സന്തുക്കളിൽ ബലഹീനത ഉണ്ടാവുക, അല്ലെ കാൽക്കുഴ തിരിഞ്ഞു പോവുക, അതായത് ആംഗിൾ ജോയിന്റിന്റെ സ്പ്രെയിൻ, ഇവയ്ക്കെല്ലാം ഈ കാർബോ അനിമാലിസ് ഉപയോഗിക്കാവുന്നതാണ്. മുല കുടിക്കുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്ഷീണം, കഠിനമായ ക്ഷീണം കാർബോ അനിമാലിസിന്റെ പരിധിയിൽ വരുന്നതാണ്. പിന്നെ കഴുത്ത്, കക്ഷം, മുല എന്നീ ഭാഗങ്ങളില് ഗ്ലാൻസ് കട്ടിയായി അവയിൽ നിന്ന് നീറ്റലും കുത്തലും ഉണ്ടാവുകയും വേദനയും ഉണ്ടാകുന്ന അവസ്ഥയിലും ഈ ഔഷധം നമുക്ക് പ്രയോജനപ്രദമാവും. പിന്നെ പ്രായം ചെന്നവർക്ക് രക്തസഞ്ചാരത്തിന്റെ മാന്ദ്യം നിമിത്തം അവർക്ക് ക്ഷീണം ഉണ്ടാകുന്ന, ഒരു പ്രായം ചെന്ന ആളുകൾ നമ്മുടെ അടുക്ക് വരുമ്പോൾ രക്തസഞ്ചാരത്തിന്റെ മാന്ദ്യം കൊണ്ട് ക്ഷീണം ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും ഈ കാർബോ അനിമാലിസ് നമുക്ക് പ്രയോജനപ്പെടുത്താം. പിന്നെ സംസാരിക്കാൻ ഇഷ്ടമില്ലാതെ എപ്പോഴും ചിന്താഭക്തനായിരിക്കുന്ന ആൾക്കാരാണ് കാർബോ അനിമാലിസിന്റെ ഒരു മാനസിക ലക്ഷണമായിട്ട് നമുക്ക് പറയാം. തലചുറ്റലോട് കൂടി മൂക്കിൽ നിന്ന് രക്തം പോവുക, മൂക്കിന്റെ അറ്റത്ത് ചെറിയ മുഴകൾ ഉണ്ടാവുക, ശബ്ദം കേൾക്കുന്നത് ഇന്ന ദിക്കിൽ നിന്നാണെന്ന് പറയാൻ പ്രയാസം വരിക, മെൻസസ് സമയത്ത് ഭയങ്കര ക്ഷീണം ഉണ്ടാവുക, യൂട്രസിന്റെ സെർവിസിൽ ഉണ്ടാകുന്ന ക്യാൻസർ രോഗം, ഇവയെല്ലാം കാർബോ അനിമാലിസിനെ കുറിച്ച് ചിന്തിക്കേണ്ട അവസ്ഥകളാണ്. ഇപ്പൊ കാർബോ അനിമാലിസ് എന്ന് പറയാം. പിന്നെ നട്ടല് ഒടിഞ്ഞു പോയതുപോലെ ഉള്ള ഭയങ്കര വേദന നട്ടല്, അതും കാർബോ അനിമാലിസിന് വരും. കാർബോ അനിമാലിസിന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഗ്ലാൻഡിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. കാർബോ അനിമാലിസ് ഇങ്ങനെയുള്ള കുറെ അധികം ക്ലിനിക്കൽ കണ്ടീഷൻസിൽ നമുക്ക് സൗകര്യമായിട്ട് ഉപയോഗിക്കാം. പിന്നെയുള്ള എലാപ്സ് കൊറാലിനം, ഇരുണ്ട നിറത്തിലുള്ള രക്തവാർത്തയാണ് പ്രധാനമായിട്ട് എലാപ്സിന്റെ സിംറ്റം. തണുത്ത വസ്തുക്കൾക്ക് ഇഷ്ടമില്ലായ്മ എന്നുള്ള ഒരു ലക്ഷണം അവർ പറയും. സ്പീഡ് അല്പം കൂടുതൽ സാറേ, ഒരല്പം സ്പീഡ് കുറച്ചാൽ കൊള്ളാം. ഓ, കുഴപ്പമില്ല, ശരി, എലാപ്സ് കൊറാലിനസിന് ഇരുണ്ട നിറത്തിലുള്ള രക്തവാർത്തയാണ് പ്രധാനം. തണുത്ത വസ്തുക്കൾക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു ഇത്. അല്ലെങ്കിൽ തണുത്ത വസ്തുക്കൾ ഇഷ്ടമായിരിക്കില്ല. ആമാശയത്തിൽ തണുപ്പ് തോന്നുക എന്നുള്ളൊരു സിംറ്റം ഉണ്ട്. വലത്തുവശത്ത് സംബന്ധിച്ച സ്തംഭനമാണ് പ്രധാനമായിട്ട് നമ്മുടെ ക്ലിനിക്കൽ കണ്ടീഷനിൽ. വലത്തുവശം സംബന്ധിച്ച സ്തംഭനമാണ്. മഴയെ ഭയം എന്നൊരു മാനസിക ലക്ഷണം ഇവർക്കുണ്ട്. കേൾവിക്കുറവ് അനുഭവപ്പെടുന്നതായിട്ട് അവർ പറയാറുണ്ട്. പഴകിയ തരം ജലദോഷത്തിന് ഈ എലാപ്സ് കൊറാലിനസ് ഉപയോഗിക്കാവുന്നതാണ്. മൂക്കിനുള്ളിൽ പച്ച നിറത്തിലുള്ള പൊറ്റ കെട്ടുകയും അതിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യുമ്പോഴും എലാപ്സ് കൊറാലിനസ് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. നെഞ്ചിൽ വലത്തുവശത്ത് മുകളിലായി കുത്തുന്ന തരം വേദനയും ഇതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. നെഞ്ചിൽ വലത്തുവശത്ത് മുകളിലായി കുത്തുന്നത് പോലെയുള്ള വേദന ഇതിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഏറ്റവും പ്രധാന ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ മരിച്ചവരെ സ്വപ്നം കാണുക എന്നുള്ളതാണ്. മരിച്ചവരെ സ്വപ്നം കണ്ടുവരുന്ന ചില ആളുകളിൽ ഈ മാനസിക ലക്ഷണം മാത്രം മറ്റ് എല്ലാ ക്ലിനിക്കൽ കണ്ടീഷനിൽ പോലും എലാപ്സ് നമ്മൾക്ക് പ്രയോജനപ്പെടുന്നു. അപ്പൊ ഡ്രീംസ് എന്നുള്ള ഒരു വലിയ പ്രാധാന്യം ഇതിനകത്തുണ്ട്. എല്ലാ കേസുകളിലൊന്നും അങ്ങനെ കാണണമെന്നില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതെല്ലാം ക്ലിനിക്കൽ കണ്ടീഷനിലാണ് പ്രൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ കണ്ടീഷൻസ് വരുമ്പോൾ നമ്മുടെ അടുക്ക വരുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തത് ലിഥിയം കാർബ് എന്ന് പറഞ്ഞ് ഹൃദയത്തിന്റെ വാൾവിന് കേടോടുകൂടി ഉണ്ടാകുന്ന പഴകിയ വാതരോഗങ്ങളാണ് ഇതിന്റെ പരിധിയിൽ ആദ്യം വരിക. ഹൃദയത്തിന്റെ ഭാഗത്ത് സംബന്ധമായി ഉണ്ടാകുന്ന വേദന, കുനിയുമ്പോൾ ഹൃദയത്തിൽ വേദന ഉണ്ടാവുക, മൂത്രം വീഴ്ത്തുന്നതിന് മുമ്പും സ്ത്രീകൾക്ക് മെൻസിന് സമയത്തും ഹൃദയത്തിന്റെ ഭാഗത്ത് വേദന ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷണമാണ്. മൂത്രം വീഴ്ത്തുന്നതിന് മുമ്പും സ്ത്രീകൾക്ക് മെൻസസിന് മുമ്പും ഹൃദയത്തിന്റെ ഭാഗത്ത് വേദന ഉണ്ടാവുക എന്നുള്ളത് ലിഥിയം കാർബിന്റെ പ്രധാന ലക്ഷണമാണ്. പിന്നെ നെഞ്ചിരിപ്പ്, വാതസംബന്ധമായ പിന്നെ സന്തുക്കൾക്ക് ഉണ്ടാകുന്ന നീര്, ചുവപ്പ്, മുഴകള്, കാഴ്ചമങ്ങൽ എന്നുള്ളതും ഇത് പറയുന്നുണ്ട്. കാഴ്ചമങ്ങൽ എന്ന് പറയുമ്പോൾ വസ്തുക്കളുടെ വലത്തെ പകുതി കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനം.
സ്ഥലങ്ങളിൽ നിന്ന് വേദന കൈകാലുകളിലേക്ക്, അതായത് വിരലുകളുടെ അഗ്രം വരെ പായുക എന്നുള്ള ഒരു ലക്ഷണം. ലിഥിയം കാർബണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയ സംബന്ധമായ രോഗങ്ങളോട് കൂടി വരുന്ന കേസുകൾ, വാൾവ് തകരാറോട് കൂടി വരുന്ന കേസുകളിലൊക്കെയാണ് ലിഥിയം കാർബ് നമുക്ക് പ്രയോജനപ്രദമാണ്. പിന്നെയുള്ളത് ഗ്രൈൻഡീലിയ. ഗ്രൈൻഡീലിയ എന്ന് പറയുന്നത് നമുക്ക് ഉറക്കം പിടിക്കുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാവുകയും പെട്ടെന്ന് എഴുന്നേറ്റ് ഇരുന്ന് പ്രയാസത്തോടു കൂടി ശ്വാസം വലിക്കുക, കിടക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ വിഷമം, ഇതുള്ള കണ്ടീഷൻ. അതായത് വലിവിനൊക്കെ പലപ്പോഴും നമ്മൾക്ക് ഇത് ഗ്രൈൻഡീലിയ നല്ല റിസൾട്ട് കിട്ടും. രാത്രി വലിവ് കഴിഞ്ഞ് കിടക്കാൻ മേല, കിടക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് തരുന്നത് അത് ഗ്രൈൻഡീലിയയുടെ സിംറ്റം ഇത് തന്നെ. ഉറക്കം പിടിക്കുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാവും, പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് പ്രയാസത്തോടു കൂടി ശ്വാസം വലിക്കും, കിടക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പിന്നെയും വിഷമം. അപ്പൊ കിടക്കാതെ ഇങ്ങനെ എഴുന്നേറ്റ് തന്നെ ഇരിക്കുന്ന വലിവ് രോഗികൾക്ക് ഗ്രൈൻഡീലിയ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. പിന്നെയുള്ളത് അടുത്ത് ടാരന്റുല ഹിസ്പാനിയ. ടാരന്റുല ഹിസ്പാനിയയുടെ പ്രധാന പ്രശ്നം റെസ്റ്റ്ലെസ്നെസ്, സ്വസ്ഥതയില്ലായ്മ, മനസ്സിനും ശരീരത്തിനും ക്ഷീണം അനുഭവപ്പെടുക. വിറവാദം എന്ന് വെച്ചാൽ രോഗം ബാധിച്ച ഭാഗത്ത് എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് വിറവാദം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. രോഗം ബാധിച്ച ഭാഗം എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. ഈ വിറയൽ പാട്ട് കേട്ടാൽ ആശ്വാസപ്പെടുമെന്നുള്ളതാണ് ഒരു പ്രധാന ലക്ഷ്യം. അതോടൊപ്പം തന്നെ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന വിറയലിനും ഈ ഔഷധം ഉപയോഗിക്കാം. ടാരന്റുല ഹിസ്പാനിയ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ഇതിനും വിറയലിനും ഉപയോഗിക്കാം. എപ്പോഴും ദ്രുതഗതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതിയുള്ള സ്ത്രീകൾക്ക് മെൻസസ് സംബന്ധമായ വേദന ഉണ്ടാകുമ്പോൾ, അതുപോലെ അതികാമം, അവരിൽ അതികാമം ഉണ്ടാവുക, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് ഈ ഔഷധം ഉപയോഗിക്കും. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാല് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് വിറവാദം എന്ന് പറയുന്ന രോഗം ബാധിച്ച ഭാഗം എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ 2-3 സിംറ്റംസിലും നമുക്ക് ഇത് ഉപയോഗിക്കാം, ടാരന്റുല ഹിസ്പാനിയ. അടുത്തത് നമ്മൾ ഉപയോഗിക്കേണ്ട ഔഷധം ടാരന്റുല ക്യുബെൻസിസ്. ടാരന്റുല ക്യുബെൻസിസിന്റെ ഏറ്റവും പ്രധാനം, എട്ടുകാലി വിഷത്തിന് ഏറ്റവും പ്രധാന ഔഷധം ടാരന്റുല ക്യുബെൻസിസ് ആണ്. പിന്നെ ഒരാള് എട്ടുകാലി കടിച്ചു എന്ന് പറഞ്ഞു വന്നാൽ നമുക്ക് മറ്റൊന്നും നോക്കാതെ തന്നെ അച്ഛനും വേദനയൊക്കെ കുറയ്ക്കാൻ, എട്ടുകാലി വിഷത്തിന്റെ എല്ലാവിധ സിംറ്റംസും കുറയ്ക്കാൻ ടാരന്റുല കൊടുക്കാം. പിന്നെ രക്തത്തിൽ വിഷം ബാധിച്ചതിനുണ്ടാകുന്ന പല രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. രക്തത്തിൽ വിഷം ബാധിച്ചു വരുന്ന, അല്ലെ സംശയമുണ്ട് മറ്റു പല വിഷങ്ങളും ഉണ്ടായി വന്നു എന്ന് പറഞ്ഞ പല രോഗങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ശക്തിയായ വേദനയോടും വീക്കത്തോടും കൂടി ഉണ്ടാകുന്ന രോഗങ്ങൾ ആരംഭിക്കുമ്പോൾ, ഇനി വിഷം അംശം അല്ലെങ്കിൽ പോലും ശക്തിയായ വേദനയോടും വീക്കത്തോടും കൂടി, ഒരു ഭാഗത്ത് വേദനയും വീക്കവും അവിടെ ചൂടോടും കൂടി ആരംഭിക്കുന്ന വേദനകൾ ആരംഭിക്കുകയാണെങ്കിൽ അവിടെയും ടാരന്റുല ക്യുബെൻസിസ് ഫലപ്രദമാണ്. പിന്നെ ഒരു പ്രധാന ഒരു കാര്യം നമ്മൾ പറയാനുള്ളത്, മരണസമയത്ത് ഉണ്ടാകുന്ന വേദന ഉണ്ടെങ്കിൽ, അതായത് മരണസമയത്ത് വേദന ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, ഞാൻ മരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി എനിക്കറിയാൻ പറ്റും. പക്ഷെ മരണസമയത്ത് അങ്ങനെ ഒരു വേദനയുണ്ട്, അസ്വസ്ഥതയുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും മരണ പോരാട്ടത്തെ വളരെ ശാന്തതയോടെ നേരിടാനും നമുക്ക് ടാരന്റുല ക്യുബെൻസിസ് ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മരണത്തിന് ഒരു വലിയൊരു ഡിസ്ട്രസ്സും ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ പറയുന്ന കേസുകളിൽ ടാരന്റുല ക്യുബെൻസിസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വേദനകളും ഇല്ലാതെ ശാന്തമായിട്ട് മരണത്തിലേക്ക് പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഉള്ളത് നമുക്ക് അടുത്ത ഒരു സിംറ്റം എന്ന് പറഞ്ഞ സാംബൂക്കസ്. സാംബൂക്കസിന്റെ പ്രധാന ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരുതരം വലിവാണ് സാംബൂക്കസിനെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന അസുഖം. അതിന്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് മില്ലേഴ്സ് ആസ്മ എന്ന് പറയും. മില്ലേഴ്സ് ആസ്മ. ഈ മില്ലേഴ്സ് ആസ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏകദേശം പാതിരാത്രി നേരത്ത് കുട്ടി ശ്വാസവിമ്മിഷ്ടത്തോടെ ഉണരുകയും മുഖം നീലിക്കുകയും വായു കിട്ടുവാനായി വിമ്മിഷ്ടം കാണിക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുവാനുള്ള വിമ്മിഷ്ടമായിരിക്കും കൂടുതൽ കാണിക്കുക. പ്രധാനമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടാനാണ് ബുദ്ധിമുട്ട്. അത് പാതിരാത്രി കഴിയുമ്പോൾ കുട്ടി ശ്വാസവിമ്മിഷ്ടത്തോട് ഉണരും, ശ്വാസം കിട്ടുന്നില്ലെന്ന് പറയും, മുഖം നീലിച്ചിരിക്കും, ശ്വാസം പുറത്തേക്ക് വിടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും. പിന്നെ കുറെ കഴിഞ്ഞ ശേഷം കുട്ടി വീണ്ടും അങ്ങ് ഉറങ്ങും. അത് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഇങ്ങനെ ആവർത്തിച്ച് ഉണ്ടാകുന്ന ശ്വാസം മുട്ടലാണ് മില്ലേഴ്സ് ആസ്മ എന്ന് പറയുന്നത്.
ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് ഉണർന്നിരിക്കുമ്പോൾ ഈ ശരീര ആസകലം ഈ കുട്ടിയുടെ വേർതി, പക്ഷെ ഉറങ്ങുമ്പോൾ ആ വേർപ്പ് മാറുകയും ചെയ്യും. അപ്പൊ ഉണർന്നിരിക്കുമ്പോൾ വേർക്കുകയും ഉറങ്ങുമ്പോൾ വിയർപ്പ് നിന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ശരിക്കും സാംബൂക്കസൻ. ആ ഒരു സിംറ്റത്തിന് മാത്രം നമുക്ക് ഈ മില്ലേഴ്സ് ആസ്മ പോലെയുള്ള കേസുകളിൽ സാംബൂക്കസ്. അടുത്തത് എറിഗറോൺ. എറിഗറോൺ എന്ന് പറയുന്നത് പലതരത്തിലുള്ള രക്തപ്രവാഹത്തിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കാറ്. ഈ പലതരത്തിലുള്ള രക്തപ്രവാഹം ഈ ഔഷധം തിരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്, രക്തപ്രവാഹം പലപ്പോഴും വരാറുണ്ട്. ഈ ഔഷധം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരേ ഒരു ലക്ഷണം, മൂത്രാശയത്തിലോ മലവാഹിനിയിലും കഠിനമായ അസഹ്യത എന്ന് പറയാൻ പറ്റില്ല, അസഹ്യത ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ ഈ എവിടെ നിന്ന് രക്തം പോയാലും ഈ മൂത്രാശയത്തിലും മലവാഹിനിയിലും കഠിനമായ അസഹ്യത ഉണ്ടാകുമ്പോൾ എറിഗറോൺ നമുക്ക് ചിന്തിക്കണം. എറിഗറോൺ എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു മരുന്ന് ട്രില്ലിയം പെൻഡുലമാണ്. ട്രില്ലിയം പെൻഡുലം മതിയല്ലോ? ഇത്ര സ്പീഡിൽ പറഞ്ഞാൽ മതിയല്ലോ, അതോ സ്പീഡ് കുറച്ചുകൂടെ കുറയ്ക്കണം? ട്രില്ലിയം പെൻഡുലം എന്ന് പറയുന്നത് ശുദ്ധ ചുവപ്പ് നിറത്തിലുള്ള രക്തം പോക്കോടുകൂടി തളർച്ചയും മോഹാലസ്യവും ഉണ്ടായാൽ ട്രില്ലിയം പെൻഡുലത്തിനെ കുറിച്ച് ചിന്തിക്കണം. സ്ത്രീകൾക്ക് മെനപ്പോസ് കാലത്തുണ്ടാകുന്ന രക്തസ്രാവം, മാസത്തില് 2 പ്രാവശ്യം ആർത്തവം ഉണ്ടാവുക, അനങ്ങുമ്പോഴെല്ലാം ഗർഭപാത്രത്തിൽ രക്തം പോകുക, ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന പോളിപ്പ് എന്നിവയാണ് ഈ ഔഷധത്തിന്റെ പരിധി. ഇപ്പൊ ശുദ്ധ ചുവപ്പ് നിറത്തിലുള്ള രക്തം പോക്കോടുകൂടി തളർച്ചയും മോഹാലസ്യവും ഉണ്ടായാലും സ്ത്രീകൾക്ക് മെനപ്പോസ് കാലത്ത് ഉണ്ടാകുന്ന രക്തസ്രാവം, മാസത്തിൽ 2 പ്രാവശ്യം ആർത്തവം ഉണ്ടാവുക, അനങ്ങുമ്പോഴെല്ലാം ഗർഭപാത്രത്തിൽ നിന്ന് രക്തം പോവുക, ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന പോളിപ്പ് എന്നിവയാണ് ഈ ഔഷധം ഉപയോഗിക്കേണ്ട അവസ്ഥകൾ. അടുത്തത് അപ്പോമോർഫിയ. അപ്പോമോർഫിയ എന്ന് പറയുന്നത് യാതൊരു പ്രയാസവും കൂടാതെ, ഓക്കാനവും കൂടാതെ പെട്ടെന്ന് ഛർദ്ദിക്കുക എന്നുള്ളതാണ് അപ്പോമോർഫിയയുടെ സിംറ്റം. ഏത് സാധനവും ആമാശയത്തിൽ ചെന്നാൽ ഉടൻ ഛർദ്ദിക്കും. മറ്റ് സ്ഥാനങ്ങളിൽ നിന്നുണ്ടാകുന്ന രോഗത്തിന്റെ പ്രതിച്ഛായയായിട്ടാണ് സ്വാഭാവികമായിട്ടും ഈ അപ്പോമോർഫിയയുടെ ശക്തിയെ നമുക്ക് കാണാൻ. അതായത് ഹൈഡ്രോസെഫാലസ്, പ്രഗ്നൻസി പീരീഡ്, കൊളാപ്സ് ഓഫ് യൂട്രസ്, ഓവേറിയൻ സിസ്റ്റ് മുതലായ രോഗങ്ങളോട് അനുബന്ധമായിട്ടാണ് ഇത്തരം ഛർദി നമുക്ക് കാണുന്നത്. അപ്പോമോർഫിയയുടെ ഛർദി എന്ന് പറഞ്ഞാൽ യാതൊരു പ്രയാസവും കൂടാതെ, ഓക്കാനും കൂടാതെ പെട്ടെന്ന് അങ്ങ് ഛർദിക്കുക എന്നുള്ളതാണ് അപ്പോമോർഫിയ. അടുത്തത് നമുക്കിടെ അടുക്ക് വരുന്ന റൊബീനിയ. റൊബീനിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനതരമായ പുളിരസത്തോടു കൂടിയ ദ്രാവകം തികട്ടുകയും ഛർദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സിംറ്റം. ഏറ്റവും കഠിനതരമായ പുളിരസത്തോടു കൂടിയ ദ്രാവകം തികട്ടുകയും ഛർദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റുബീനിയയുടെ സിംറ്റം. അടുത്തത് വാക്സിനിനം. വാക്സിനിനം എന്ന് പറയുമ്പോൾ പഴകിയതരം ത്വക്ക് രോഗങ്ങള്, ഞരമ്പ് വേദനകള്, തലവേദനകള്, പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നും കാണാത്ത അവസ്ഥയിൽ ഈ ഔഷധം ഫലകരമാണ്. അതായത് പഴകിയതരം ത്വക്ക് രോഗങ്ങള് വാക്സിനിനം. വാക്സിനിനം വാക്സിനിനം VACCININUM. വാക്സിനിനം പഴകിയതരം ത്വക്ക് രോഗങ്ങള്, ഞരമ്പ് വേദനകള്, തലവേദനകൾ, പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നും കാണാത്ത അവസരങ്ങളിൽ ഈ ഔഷധം ഫലപ്രദമായി വരാം. വാക്സിനിനം. അടുത്ത ഔഷധം നാജ. നാജ എൻഡോകാർഡൈറ്റിസ് ആണ് ഇതിന്റെ പ്രധാന ലക്ഷണം. എൻഡോകാർഡൈറ്റിസ് ഹൃദയത്തിൽ ക്രമം കെട്ട് അടിക്കുക, പൾസ് ക്ഷയിക്കുക, ഹൃദയം നിന്നു പോകാൻ ഭാവിക്കുക, ഹൃദയത്തിന്റെ ഭാഗത്ത് വേദന, ഹൃദയവാൾവിന് കേട് സംഭവിക്കുക, ഹൃദയം വികസിച്ചിരിക്കുന്നു, മറ്റ് പകർച്ചരോഗങ്ങളോട് അനുബന്ധിച്ച് ഹൃദയത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ എന്നിവയ്ക്കെല്ലാം ഈ ഔഷധം ഫലകരമാണ്. ഇപ്പൊ എൻഡോകാർഡൈറ്റിസ് എന്നുള്ള ആ ഒരൊറ്റ സിംറ്റംസിനെ എടുത്തു കഴിഞ്ഞാൽ അതിന് വരുന്ന സിംറ്റം അല്ല പിന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ എൻഡോകാർഡൈറ്റിസ് ആയിട്ട് ഒരു കേസ് നമ്മുടെ ഇടയ്ക്ക് വരുമ്പോൾ നാജയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഹൃദയത്തിന്റെ ക്രമം കെട്ടടിക്കുക, പൾസ് ക്ഷയിക്കുക, ഹൃദയം നിന്നു പോകാൻ ഭാവിക്കുക, ഹൃദയത്തിന്റെ ഭാഗത്ത് വേദന, ഹൃദയ വാൾവിന് തകരാറ്, ഹൃദയം വികസിച്ചിരിക്കുക,
മറ്റ് പകർച്ച രോഗങ്ങളോട് കൂടി അനുബന്ധി ഹൃദയത്തിലുണ്ടാവുന്ന രോഗങ്ങൾ എന്നിവയെല്ലാം നാജയുടെ പരിധിയിൽ വരുന്നതാണ്. നാജ. പിന്നെ ഉള്ളത് അലുമിൻ. അലുമിൻ എന്ന് പറയുന്നത് തണുപ്പ് തട്ടിയാൽ ഉണ്ടാകുന്ന തൊണ്ട രോഗം, പൂർണ്ണമായും ശബ്ദഹീനത അലുമിന്റെ പരിധിയിൽ വരും. തണുപ്പ് തട്ടിയാൽ ഉണ്ടാകുന്ന തൊണ്ട രോഗം, പൂർണ്ണമായും ശബ്ദഹീനത, നാവ്, ഗർഭപാത്രം മുതലായ ഭാഗങ്ങൾ കട്ടിയാവുക, ഏറ്റവും കഠിനതരമായ മലബന്ധം, കുറെ അധികം ദിവസത്തേക്ക് മലം പോകാതെ ഇരിക്കുകയും മലം പോയാലും മലദ്വാരത്തിൽ പിന്നെയും നിറഞ്ഞിരിക്കുന്നതായി തോന്നുകയും ചെയ്യുന്ന അവസ്ഥയാണ് അലുമിനയ്ക്കുള്ളത്. മലം കുറെ ദിവസത്തേക്ക് പോവില്ല, പോയി കഴിഞ്ഞാൽ തന്നെ മലത്തിൽ അവിടെ എന്തോ അടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആൾക്കാർ നമ്മുടെ സമീപിക്കുമ്പോഴാണ് അലുമിൻ, LUMIN, അലുമിൻ. അലുമിന അല്ല, അലുമിൻ വേറെയാണ്. വ്രണങ്ങളുടെ അടിഭാഗം കട്ടിയാകുക എന്നൊരു സിംറ്റം. അപ്പൊ വ്രണങ്ങൾ നമ്മൾ വരുമ്പോൾ അതിന്റെ അടിഭാഗം കട്ടിയായിട്ടിരിക്കുകയാണെങ്കിലും അലുമിന്റെ പരിധിയിൽ വരുന്നത്. പിന്നെയുള്ളത് മെർക്ക് ബിൻ അയഡൈഡ്. എല്ലാവർക്കും അറിയാവുന്ന കേസാണ് മെർക്ക് ബിൻ അയഡൈഡ്. ഗ്ലാൻഡ് വീർപ്പോട് കൂടി ഇടതുവശത്ത് പ്രത്യേകം ബാധിക്കുന്ന തൊണ്ട രോഗങ്ങളാണ് മെർക്ക് ബിൻ അയഡൈഡിന്റെ പ്രധാനം. ഇടതുവശത്തുള്ള ടോൺസിൽ വീർത്ത് പഴുക്കുക, കഴുത്തിന് ചുറ്റുമുള്ള ഗ്രന്ഥികൾ, മാംസഗ്രന്ഥികൾ വീർക്കുക, ഇത് രണ്ടും മെർക്ക് ബിൻ അയഡൈഡിന്റെ ഒരു പ്രധാന ഇതാണ്. പിന്നെ ഏറ്റവും പ്രധാനം മെർക്ക് ബിൻ അയഡൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത് പുരുഷലിംഗത്തിന്റെ അറ്റത്ത് ഗ്ലാൻസ് പെനീസില് വേദന കൂടാതെ കട്ടിയുള്ള ചുവന്ന തടിപ്പുകൾ ഉണ്ടാകുമ്പോൾ മെർക്ക് ബിൻ അയഡൈഡ് വരും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുക. പിന്നെ ഉള്ളത് മെർക്ക് പ്രോട്ടോ അയഡൈഡ്. മെർക്ക് പ്രോട്ടോ അയഡൈഡ് ഗ്ലാൻഡുകളിലും തൊണ്ടയിലുമുള്ള മ്യൂക്കസ് മെംബ്രെയിനില് പ്രത്യേകം ബാധിക്കുന്ന ഒരു ഇതാണ് മെർക്ക് പ്രോട്ടോ അയഡൈഡ്. തൊണ്ടയിൽ വലിച്ചാൽ തീളുന്ന തരം കഫം ധാരാളം കെട്ടുക എന്നുള്ളതാണ് ഇതിന്റെ സിംറ്റം. കഫം കളയാൻ ശ്രമിക്കുമ്പോൾ ഓക്കാനം ഉണ്ടാകും എന്നുള്ളതും ഇതിന്റെ സിംറ്റത്തിൽ വരും. ടോൺസിൽസ് ഗ്ലാൻഡ് വീങ്ങുകയും, പ്രത്യേകിച്ച് വലത്തുവശത്ത്. മറ്റേ നമുക്ക് ഇടത്തുവശത്ത് അറിയാം ബിൻ അയഡൈഡ് ഇടത്തുവശവും പ്രോട്ടോ അയഡൈഡ് വലത്തുവശമാണെന്ന് ഒക്കെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. വലത്തുമുള്ളത് കട്ടിയായ ഒരു സാധനം തൊണ്ടയിൽ ഇരിക്കുന്ന പോലെ തോന്നുകയും ചെയ്യും. തൊണ്ടയ്ക്കുള്ള അസഹ്യത കൊണ്ട് എപ്പോഴും വിഴുങ്ങുവാൻ നിർബന്ധിതനാകുക എന്നുള്ളത് മെർക്ക് പ്രോട്ടോ അയഡൈഡിന്റെ ഒരു സിംറ്റമാണ്. തൊണ്ടയുടെ പിൻഭാഗത്ത് ചെറിയ വ്രണങ്ങൾ ഉണ്ടാവുകയും ആ ഭാഗത്ത് വെള്ള അടയാളങ്ങൾ ഉണ്ടായിരിക്കുകയും, വാ പൊളിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. വായിൽ ദുർഗന്ധം, നാവിന്റെ ചുവട്ടിൽ മഞ്ഞപ്പൂപ്പ്, അറ്റം ചുവന്നോ വിളറിയോ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഒരു സിംറ്റമാണ്. അപ്പൊ ഗ്ലാൻഡുകളിലും തൊണ്ടയിലുള്ള മ്യൂക്കസ് മെമ്പറൈന് പ്രത്യേകം ബാധിക്കുന്നവരാണ് മെർക്ക് പ്രോട്ടോ അയഡൈഡ്. തൊണ്ടയിൽ വലിച്ചാൽ നീളുതരം കഫം ധാരാളം ഉണ്ടാവും. കഫം കളയാൻ ശ്രമിക്കുമ്പോൾ ഓക്കാനം ഉണ്ടാവും. ടോൺസിൽ ഗ്ലാൻസ് വീങ്ങുകയും, പ്രത്യേകിച്ച് വലത്തുവശത്തുള്ളത് തിഴുകുമ്പോൾ കട്ടിയായ ഒരു സാധനം തൊണ്ടയിൽ ഇരിക്കുന്ന പോലെ തോന്നുകയും ചെയ്യും. തൊണ്ടയിൽ ഇരിക്കുന്ന പോലെ വേദന ഉണ്ടായിരിക്കും. തൊണ്ടയ്ക്ക് അസഹ്യത കൊണ്ട് എപ്പോഴും വിഴുങ്ങുവാൻ നിർബന്ധിതനാകും. തൊണ്ടയുടെ പിൻഭാഗത്ത് വ്രണങ്ങൾ ഉണ്ടാവുകയും ആ ഭാഗത്ത് വെള്ള അടയാളങ്ങൾ കാണുകയും ചെയ്യും. വായിൽ ദുർഗന്ധം ഉണ്ടായിരിക്കും. വായിന്റെ ചുവട്ടിൽ മഞ്ഞപ്പൂ, അറ്റം ചുവന്നോ വിളറിയോ ഇരിക്കുകയും ചെയ്യും. ഇതാണ് മെർക്ക് പ്രോട്ടോ അയഡൈഡ്. പിന്നെ അടുത്ത് ഫിലിക്സ് മാസ്. ഫിലിക്സ് മാസ് എന്ന് പറയുമ്പോൾ ടേപ്പ് വേമിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. പീത്തവിര എന്ന് പറയും ടേപ്പ് വേമിന്. പ്രത്യക്ഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇത് ഉപയോഗിക്കാന്ന് വെച്ചാൽ 12 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്തതിന് ശേഷം വൈകുന്നേരം 1/2 ഗ്രാം മാതൃസത്ത് ഒന്നിച്ച് സേവിക്കാം. പിന്നീട് 6 തുള്ളി വീതം 2 നേരം കുറച്ചു കാലം ആഹാരത്തിന് മുമ്പ് കൊടുക്കുക. ഫിലിക്സ് മാസ് ടേപ്പ് വേവിനുള്ള ഔഷധമാണ്. പീത്തവിര എന്ന് പറയും. പ്രത്യക്ഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് 12 മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷം 1/2 ഗ്രാം മാതൃസത്ത് ഒരു പ്രാവശ്യം കൊടുക്കുക. പിന്നീട് 6 തുള്ളി മരുന്ന് വീതം 2 നേരം കുറച്ച് കാലം കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. 6 തുള്ളി എങ്ങനെയാ കൊടുക്കണ്ടേ? 6 തുള്ളി രാവിലെ വൈകുന്നേരം കുറച്ച് കാലം വെള്ളത്തിനകത്ത് കൊടുത്താലും മതി. തുടർന്നുകൊണ്ടിരിക്കണം കുറച്ച് കാലം. കാരണം ഒറ്റ പ്രാവശ്യത്തെ ഡോസ് കൊണ്ട് അത് തീരത്തില്ല. പിന്നെ അടുത്ത നമ്മുടെ മെഡിസിൻ മ്യൂറക്സ് ആണ്. മ്യൂറക്സ് എന്ന് പറയുന്നത് ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് തൊട്ടാൽ
കാമവികാരങ്ങൾ ഉജ്ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം ഉറച്ചിൽ. ഗർഭപാത്രം സംബന്ധിച്ച ആർത്തവ കാലാവസാനത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഈ ഔഷധം നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, കൊടുക്കാവുന്നതാണ് ഉറച്ചിൽ. ശരിക്കും അത് ആ ഒരൊറ്റ സിംറ്റത്തിനെ മാത്രം ബേസ് ചെയ്ത് ധാരാളം കേസുകളിൽ നമുക്കത് പ്രയോഗിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത ലിലിയം ടിഗിലിനം. ലിലിയം ടിഗിലിനം എന്ന് പറയുന്നത് ഗർഭപാത്രം, പിന്നെ ഓവറി എന്നീ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കാണ് ലിലിയം ടിഗിലിനവും പ്രയോജനപ്രദമാകുന്നത്. അതിന്റെ അല്ലെങ്കിൽ ഈ ഭാഗത്തുണ്ടാകുന്ന രോഗങ്ങളോട് പ്രതിച്ഛായയായി ഉണ്ടാകുന്ന മറ്റു രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. പ്രത്യേകിച്ചും ഇത് ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷൻ, വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഇത്തരം രോഗങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. വിവാഹം കഴിക്കാത്ത സ്ത്രീകളിൽ ഇത് കുറച്ച് പ്രത്യേകിച്ച് ഫലപരമാണ്. ഗർഭപാത്രവും ഓവറി സംബന്ധിച്ച രോഗങ്ങളും അതിന്റെ പ്രതിച്ഛായ ഉണ്ടാകുന്ന രോഗങ്ങളും വിവാഹം കഴിക്കാത്ത ആളുകളിലാണ് നമുക്കിത് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്നത്. തന്റെ ആത്മാവിന്, പിന്നെ അതിന്റെ മാനസിക ലക്ഷണം തന്റെ ആത്മാവിന് മോക്ഷം കിട്ടുമോ എന്നുള്ള ആകുലത അല്ലെ ആകാംക്ഷ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനായി ദ്രുതഗതിയിൽ ലക്കില്ലാതെ ഓടി നടക്കുക. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓടി നടക്കുന്നത് ചോദിച്ചാൽ തന്റെ വികാരങ്ങളെ കാമവികാരങ്ങളെ അടക്കുന്നതിന് വേണ്ടി എപ്പോഴും അവരെന്തെങ്കിലും കൃത്യമായി ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊക്കെ ശരിക്കും ആ മാനസിക ഘടനയിൽ വരുന്നവരാണ്. തനിക്ക് സുഖമാകാത്ത എന്തോ ഒരു രോഗം ഉണ്ടെന്ന് അവർ സ്വയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ശപിക്കുക, അടിക്കുക, ദുഷ്കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ഇതെല്ലാം ഇവരുടെ മാനസിക ലക്ഷണങ്ങളിൽ വരുക. ഹൃദയത്തിലെ മന്ദമായ വേദന, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉണ്ട് എന്നവർ നടിക്കല് മാത്രമാണ്, ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഹൃദയത്തിൽ മന്ദമായ വേദന, നെഞ്ചിന്റെ ഇടത്ത് ഭാഗത്ത് ഭാര ഇരിക്കുന്നതായി തോന്നുക, ഹൃദയത്തിൽ രണ്ടും ഇരുമ്പ് പലകകൾക്കിടയിൽ വെച്ച് ഞെരുക്കുന്നത് പോലെ തോന്നുക, ഹൃദയം രക്തം എല്ലാം ഒന്നായി ഹൃദയത്തിൽ ഒന്നിച്ചു കൂടി അവയവം വീർത്ത് പൊട്ടിപ്പോകുമെന്ന് തോന്നുക, ഇടയ്ക്ക് മുറുക്കുകയും വിടുകയും ചെയ്തുകൊണ്ട് ഹൃദയം ഇടയ്ക്കിടയ്ക്ക് മുറുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ഒത്തിരി തോന്നലുകൾക്ക് വിധേയമാണ് ലിലിയം ടിഗിലിനത്തിന്റെ ഔഷധം. ഇതെല്ലാം ശരിക്കും പതോളജി, അതവിടെ അത് റിയലായിട്ട് അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ ആൾക്കാർക്ക് ഇത് ഉണ്ടാകാം, തോന്നലാവാം. ഇങ്ങനെയുള്ള കണ്ടീഷൻസുമായിട്ട് വരുമ്പോൾ ലിലിയം ടിഗിലിൻ. അടുത്തത് കൊളോഫൈലം. കൊളോഫൈലത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ചെറിയ ഏപ്പുകളിൽ ഉണ്ടാകുന്ന വാതരോഗങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് കൊളോഫൈലത്തിന് ഉപയോഗിക്കാം, ചെറിയ ഏപ്പുകളിൽ കൈകാര്യം. പിന്നെ ഇതിനകത്ത് ഒരു പ്രധാനമായിട്ടുള്ളത് സ്ത്രീകളില് ലൂക്കോറിയയോട് കൂടി നെറ്റിയിൽ ഒരു തരം അടയാളം, മോത്ത് സ്പോട്ട് എന്ന് പറയും. മോത്ത് സ്പോട്ട്, അതായത് നെറ്റിയിൽ ഇങ്ങനെ ചെറിയ സ്പോട്ടുകൾ. മോത്ത് സ്പോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പൂമ്പാറ്റകളുടെ പുറത്തൊക്കെ ഇങ്ങനെ, അല്ലെ പൂമ്പാറ്റകളുടെ പുറത്തൊക്കെ കാണും അടയാളങ്ങൾ പോലെ നമ്മുടെ മുഖത്ത് ഈ ലൂക്കോറിയയോട് അനുബന്ധിച്ച് നെറ്റിയിൽ ഉണ്ടാകുന്ന അടയാളങ്ങളാണ് മോത്ത് സ്പോട്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മോത്ത് സ്പോട്ടിന് കൊളോഫൈലം റിസൾട്ട് ഉള്ളത്. പിന്നെയുള്ളത് അടുത്തത് പ്ലംബം അയഡേറ്റം. പ്ലംബം അയഡേറ്റത്തിന്റെ പ്രധാന സിംപ്റ്റം എന്ന് പറയുന്നത് സ്തനങ്ങളിലുള്ള ഗ്ലാൻഡ് കട്ടിയാവുകയും അവയിൽ വേദനയും പഴുപ്പും ഉണ്ടായാൽ, സ്തനങ്ങളിൽ ഉണ്ടാകുന്ന ഗ്ലാൻഡുകൾക്ക് കട്ടിയാവുകയും അവയിൽ വേദനയും പഴുപ്പും ഉണ്ടാകുമ്പോൾ പ്ലംബം അയഡേറ്റം ഉപയോഗിക്കാം. അടുത്തത് അർട്ടിക്ക യൂറൻസ്. അർട്ടിക്ക യൂറൻസിന്റെ കണ്ടീഷൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഗുഹ്യപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന കഠിനമായ ചൊറിച്ചിലാണ് അർട്ടിക്ക യൂറൻസിന്റെ പ്രധാനം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഗുഹ്യപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന കഠിനമായ. അടുത്തത് കക്ക, നത്തയ്ക്ക, കൊഞ്ച് മുതലായ തോടുകളോട് കൂടിയ മത്സ്യങ്ങൾ ഭക്ഷിച്ചതിനാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ചും അർട്ടിക്കേറിയ എന്ന് വെച്ചാൽ തുറിഞ്ഞു തടിക്കൽ, അത് അർട്ടിക്ക യൂറൻസിന് വരുന്ന ഒരു സിംപ്റ്റമാണ്. പിന്നെ തീപ്പൊള്ളൽ ഉണ്ടായിട്ട് തിളച്ച വെള്ളം, തിളച്ച വെള്ളം അവിടെ ഇവിടെ ഉണ്ടാകുന്ന പൊള്ളൽ, ഇവയ്ക്കെല്ലാം പുറമെ ഉപയോഗിക്കാനും അർട്ടിക്ക യൂറൻസ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ അർട്ടിക്ക യൂറൻസിന്റെ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഗുഹ്യപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന കഠിനമായ ചൊറിച്ചിലാണ് പ്രധാനം. ഇപ്പോഴും അങ്ങനത്തെ ധാരാളം ആളുകൾ നമ്മുടെ അടുക്ക വരും. അതുപോലെ തന്നെ ഇത് കക്ക, നത്തയ്ക്ക, കൊഞ്ച മുതലായ തോടുകളുള്ള മത്സ്യങ്ങൾ കഴിച്ചതിന് ശേഷം വരുന്ന അർട്ടിക്കേറിയ പോലെയുള്ള ചൊറിഞ്ഞു തടിപ്പ്, അതിനും നമുക്ക്
പിന്നെ പൊള്ളലിന് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് വേറെ ഡോളിക്കോസ്. ഡോളിക്കോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ശരീരത്തിൽ കാണത്തക്ക കുരുപ്പുകളൊന്നും കൂടാതെ ശക്തിയായി ചൊറിയുക എന്നുള്ളതാണ്. നമ്മൾ നോക്കിയാൽ ശരീരത്തൊന്നും കാണാനില്ല, പക്ഷെ അവർക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. ഈ കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡോളിക്കോസ്. ഡോളിക്കോസിന്റെ പിന്നെ വേറെ ഡോളിക്കോസ് ഉപയോഗിക്കുന്നത് പ്രായം ചെന്നവർക്കുണ്ടാകുന്ന ചൊറിച്ചിൽ, പ്രായാധിക്യം ചെന്ന ആളുകൾ മേത്തൊക്കെ ചൊറിയുന്നു എന്ന് പറഞ്ഞ് വരും, ഡോളിക്കോസ് ഉപയോഗിക്കാം. ഡോളിക്കോസിന്റെ ഏറ്റവും നല്ല ഉപയോഗം ശരീരത്തിൽ ഒരു പാടും കാണാതെ ഉള്ള ചൊറിച്ചിലാണ് പ്രായാധിക്യമുള്ള ആളുകൾ ചൊറിച്ചിൽ വരുമ്പോഴും ഈ ഡോളിക്കോസ് നമുക്ക്. പിന്നെയുള്ളത് കാലി നൈട്രികമാണ്. കാലി നൈട്രികത്തിന്റെ സിംപ്റ്റം എന്ന് പറയുന്നത് ശ്വാസബിംബിഷ്ടം കൊണ്ട് യാതൊന്നും കഴിക്കാൻ പാടില്ലാത്ത അവസ്ഥയാണ്. ഒന്നും കഴിക്കാൻ പറ്റില്ല, എന്ത് കഴിച്ചാലും ശ്വാസമാണ് കൂട്ടാ. അതുകൊണ്ട് ഒന്നും കഴിക്കാതിരിക്കുന്ന അവസ്ഥ വന്നാൽ കാലി നൈട്രിക്കത്തിന്റെ കണ്ടീഷനിൽ വരും. ശരീരാസകലം പെട്ടെന്ന് ഉണ്ടാകുന്ന നീരും കാലി നൈട്രിക്കത്തിന്റെ ഒരു ഇതാണ്. അത് ശരിക്കും പറഞ്ഞാൽ കാലി നൈട്രിക്കത്തിന്റെ കിഡ്നി ഒക്കെ ആയിട്ട് ബന്ധം ഉണ്ടാവാം ഈ ശ്വാസവിമ്മിഷ്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഈ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാലി നൈട്രിക്കം നല്ല രീതിയിൽ കൊടുക്കാൻ കഴിയും. പിന്നെയുള്ളത് റഫാനസ് എന്ന് പറഞ്ഞാൽ അടിവയർ വായു കെട്ടി ശക്തിയായി വീർത്തിരിക്കുകയും മേൽപോട്ടോ താഴോട്ടോ വായു പോകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് റഫാനസിനുള്ളത്. റഫാനസ് ആ ഒരു കണ്ടീഷനിൽ വായു കെട്ടി വീർത്തിരിക്കും, മുകളിലോട്ടും താഴോട്ടും വായു പോകത്തില്ല. ഇങ്ങനെ വന്ന് പറഞ്ഞ് കംപ്ലൈന്റുമായിട്ട് വരുന്ന ആളുകളിലാണ് നമ്മൾ റഫാനസ്. അടുത്ത കേസ് സിസ്റ്റസ് കനാഡൻസിസ്. സിസ്റ്റസ് കനാഡൻസിസ് ഉപയോഗിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്ലാൻസ് വീർപ്പ്, കഴുത്തിന് ചുറ്റുമുള്ള ഗ്ലാൻഡുകൾ വീർത്ത് പഴുക്കുക, പയോറിയയ്ക്കുള്ള ഒരു പല്ലിന്റെ ചുവടിൽ പഴുത്ത് ചലവും രക്തവും കൂടി വരുന്ന അവസ്ഥയാണ് പയോറിയ എന്ന് പറയുന്നത്. ഞാൻ ആ പയോറിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും പയോറിയ എന്ന് ഉണ്ടാകുന്ന അവസ്ഥ, വായിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുക, തണുപ്പ് അശേഷം സഹിക്കാൻ പറ്റുകയില്ല എന്ന് പറയുക. അതാണ് ഏറ്റവും പ്രധാനം. സിസ്റ്റസ് കനാഡൻസിന്റെ ഏറ്റവും പ്രധാനം തണുപ്പ്, ഏറ്റവും ഒട്ടും സഹിക്കത്തില്ല. അത് ഏറ്റവും പ്രധാന ഔഷധത്തിന്റെ പ്രത്യേകത തന്നെ. അങ്ങനെ ഉണ്ടാകുന്ന തണുപ്പൊട്ടും സഹിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാകുന്ന ഗ്ലാൻഡ് സംബന്ധമായ രോഗങ്ങള്, പയോറിയ മുതലായ രോഗങ്ങള്, ഇവയെല്ലാം സിസ്റ്റസ് കനാഡൻസിസിനെ കുറിച്ച്. അപ്പൊ സിസ്റ്റസ് കനാഡൻസിസ് നല്ല റിസൾട്ട് കിട്ടുന്നു, ഒത്തിരി കേസുകളുടെ റിസൾട്ട് കിട്ടുന്നു. പിന്നെ അടുത്ത് നമ്മൾ പോകേണ്ടത് ജെറേനിയം മാക്കുലേറ്റം എന്ന് പറയും. ജെറേനിയം മാക്കുലേറ്റത്തിന്റെ സിംപ്റ്റം എന്ന് പറയുന്നത് ആമാശയത്തിൽ വ്രണം നിമിത്തം ഉണ്ടാകുന്ന ഛർദിക്കാണ് നമ്മൾ ഇത് പ്രധാനമായിട്ടും. ആമാശയത്തിൽ വ്രണം ഉണ്ടാകുന്ന ഛർദിക്കാണ്. ഇത് ജിഞ്ചർ 30 തുള്ളി വീതം 1 ounce വെള്ളത്തിൽ 30 ml, 1 ounce വെള്ളം എന്ന് പറഞ്ഞാൽ 30 ml, 30 തുള്ളി 30 ml വെള്ളത്തിൽ ദിവസം 3 നേരം കൊടുക്കുക. രക്തത്തിൽ വിഷം ബാധിച്ചുണ്ടാകുന്ന വ്രണങ്ങൾക്കും പുറമെ ഉപയോഗിക്കാനും. ശരിക്കും പറഞ്ഞാൽ ആമാശയ വ്രണത്തിനാണ് നമ്മൾ ജെറാനിയം മാക്കുലേറ്റ് ഉപയോഗിക്കുന്നത്. ആമാശയ വ്രണമായിട്ട് വരുന്ന ആളുകളിൽ ഛർദി ഉണ്ടായില്ലെങ്കിൽ പോലും ജെറാനിയം മാക്കുലേറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇത് 30 തുള്ളി മരുന്ന് 30 ml വെള്ളത്തിൽ ദിവസം 3 നേരമാണ് അതിന്റെ ഡോസ് വരുന്നത്. രക്തത്തിൽ വിഷം ബാധിച്ച് ഉണ്ടാകുന്ന വ്രണങ്ങൾ ഇത് വരുമ്പോഴും നമുക്കിത് പുറമേ ഉപയോഗിക്കാം. ജെറാനിയം മാക്കുലേറ്റ് പുറമേ ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ്. പിന്നെയുള്ളത് മലാൻഡ്രിന് ഞാൻ പറഞ്ഞു, ക്യാൻസർ രോഗത്തിന് ശസ്ത്രക്രിയ മൂലമോ റേഡിയേഷൻ മൂലമോ സുഖപ്പെടുത്തിയ ശേഷം അതിന്റെ അംശം ശരീരത്തിൽ നിന്ന് വിടുവിച്ച് കളയുവാനാണ് മലാൻഡ്രിൻ നമ്മൾ. അപ്പം ശസ്ത്രക്രിയ കഴിഞ്ഞു അല്ലെങ്കിൽ പിന്നെ റേഡിയേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരുന്ന കേസുകൾ പിന്നീട് കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് നമ്മുടെ മെഡിസിൻ കൂടെ കൊടുക്കാം അല്ലെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞ് വരുന്ന കേസുകളിൽ അതിന്റെ ഇതെല്ലാം മാറി ശരീരത്തില് വിടുവിച്ച് കളയാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഔഷധമാണ്. പിന്നെ ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ആദ്യം ഞാൻ കലന്തുല പറഞ്ഞ പോലെ വളങ്കടി എന്ന് പറയുന്ന തണുപ്പ് കാലത്ത് നനയുന്നത് കൊണ്ട് കൈകാലുകളുടെ വിരലുകളുടെ ഇടയിലും മടക്കുകളിലും തൊലി പൊട്ടിക്കീറുകയും മൊരിയായി അടർന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് മലാൻഡ്രിനും. ഞാൻ പറഞ്ഞു കലന്തുല പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ മലാൻഡ്രിനും കലന്തുലയും കൂടി ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അത് വളങ്കടി എന്ന് പറയുന്നു. ഇപ്പൊ ഈ 2 കണ്ടീഷനാണ് മലാൻഡ്രിനത്തിന് നമ്മുടെ ക്ലിനിക്കൽ കണ്ടീഷനിൽ വരുന്നത്. പിന്നെ അടുത്ത് കലോട്രോപ്പിസ് എന്ന് പറഞ്ഞാല് തൊലിപ്പുറമെ രക്തസഞ്ചാരം
വർദ്ധിപ്പിച്ച് പല കഠിനതരമായ മാറാത്ത ത്വക്ക് രോഗങ്ങളും ഭേദപ്പെടുത്തുക എന്നുള്ളതാണ് കലോട്രോപിക്സിന്റെ കർമ്മം. അതായത് തൊലിപ്പുറമെ രക്തസഞ്ചാരം വർദ്ധിപ്പിച്ച് പല കഠിനതരമായ മാറാത്ത ത്വക്ക് രോഗങ്ങളും ഭേദപ്പെടുത്തുവാനാണ് കലോട്രോപിക്സ്. ഈ സിവിലിസ് വ്രണങ്ങള്, കുഷ്ഠരോഗം, മന്തിന്റെ മന്ത് രോഗത്തിന്റെ അൾസറുകള്, ഇവയെല്ലാം ഈ കലോട്രോപിക്സിന്റെ പരിധി വരും. ഇതിന്റെ സാധാരണ ഉപയോഗിക്കുന്നത് വെച്ചാൽ ടിഞ്ചർ 5 തുള്ളി വീതം ദിവസം 3 പേരാണ് സാധാരണ. ടിഞ്ചർ 5 തുള്ളി വീതം ദിവസം 3 പേര്. എന്താ പോലെ ചോദിച്ചോ? ടിഞ്ചർ 5 തുള്ളി വീതം ദിവസം 3 നേരം കൊടുക്കുന്നു. വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അവര് കത്തി അങ്ങ് എരിഞ്ഞെന്നൊക്കെ പറയുവേ. ഞാനത് ഇടയ്ക്ക് പറഞ്ഞു, അത് സാരമില്ല. അപ്പൊ കലോട്രോപിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ഇതാണ്: തൊലിപ്പുറമെ രക്തസഞ്ചാരം വർദ്ധിപ്പിച്ച് പല കഠിനതരമായ മാറാത്ത ത്വക്ക് രോഗങ്ങള് ഭേദപ്പെടുത്താനാണ് കലോട്രോപിക്സ് ഉപയോഗിക്കുന്നത്. അതായത് വ്രണങ്ങള്, സിവിലിസിന്റെ വ്രണങ്ങള്, കുഷ്ഠരോഗങ്ങള്, മന്ദരോഗത്തിന്റെ വ്രണങ്ങള്, ഇതെല്ലാം ഇതിന്റെ പരിധി വരും കലോട്രോപിക്സ്. പിന്നെയുള്ളത് കാൽക്കേറിയ ആഴ്സനിക്ക. കാൽക്കേറിയ ആഴ്സനിക്ക എന്ന് പറഞ്ഞാൽ സ്ത്രീകളില് മെനപ്പോസ് കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന ഹൃദയത്തിലുണ്ടാവുന്ന ക്ഷീണം. മെനപ്പോസ് കാലഘട്ടത്തിൽ സ്ത്രീകളില് അനുഭവപ്പെടുന്ന ഹൃദയത്തിലുണ്ടാവുന്ന ക്ഷീണം, ശ്വാസം മുട്ട്, നിസാര കാരണം കൊണ്ട് നെഞ്ചിടിപ്പ് മുതലായൊക്കെയാണ് ഈ കാൽക്കേറിയ ആഴ്സനിക്ക. അപ്പം മെനപ്പോസ് കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും കാൽക്കേറിയ ആഴ്സനിക്ക പ്രയോജനപ്രദമാണ്. പിന്നെ അൾട്രാറിസ് ഫാറിനോസ, എലാട്രിസ് ഫാറിനോസ എന്താ വല്ല എടുത്തു പറയണം? കാൽക്കേറിയ ആഴ്സനിക്ക ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എലാട്രിസ് ഫാറിനോസ എന്ന് പറയുന്നത് സ്ത്രീകളിൽ കാണുന്ന അതിവിളർച്ചയ്ക്കും ക്ഷീണത്തിനും നല്ല ഒരു ഔഷധമാണ് എലാട്രിക്സ് ഫാറിനോസ. പതിവായി ഗർഭം അലസിപ്പോകുന്ന അവസ്ഥയ്ക്ക് ഈ ഔഷധം ഉപയോഗിക്കാം. അതായത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന അതിവിളർച്ചയ്ക്കും ക്ഷീണത്തിനുമാണ് ഈ ഔഷധം നമ്മൾ സാധാരണ. പിന്നെ ചില ആളുകളുടെ സ്ഥിരമായി ഗർഭം അലസി പോകുന്നു എന്ന് പറഞ്ഞ് വരാറുണ്ട്. അത് സിവിലിറ്റിക് റേഞ്ചിലൊക്കെയാണ് കാണേണ്ടത്. എങ്കിൽ പോലും അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഇത് കൊടുക്കാം. ഇത് കൊടുക്കുന്നതും ടിഞ്ചറാണ്, 5 തുള്ളി എലാട്രിസ് ഫാറിനോസ. പിന്നെ ഉള്ളത് ഫൈസോസ്റ്റിഗ്മ. എന്ന് പറയുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണായിക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനം. കാരണം നമുക്കറിയാം, മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണുക എന്ന് പറഞ്ഞാല് നമ്മുടെ റെറ്റിനയില് റോഡ്, കോണ് 2 തരം സെല്ലുകളുണ്ട്. അതില് റോഡ് സെല്ലുകള് ഡിം ലൈറ്റിനെയും കോൺ സെല്ലുകള് ബ്രൈറ്റ് ലൈറ്റിനെയാണ് അബ്സോർവ് ചെയ്യുന്നത്. അപ്പം ഡിം ലൈറ്റിനെ അബ്സോർവ് ചെയ്യുന്ന റോഡ് സെല്ലുകളുടെ തകരാറാണ് മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ വൈറ്റമിൻ എ ഡിഫിഷ്യൻസി കൊണ്ട് കണ്ണ് കാണാൻ പാടില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ആ വൈറ്റമിൻ എ ഡിഫിഷ്യൻസി നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ കൊടുക്കുന്ന ബെൽഡോണയും ബെറൈറ്റും ആണ്. അത് വൈറ്റമിൻ എ ഡിഫിഷ്യൻസി ആണെന്ന് നമുക്ക് തോന്നുന്നത്. അതല്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഔഷധം, അതായത് റോഡ് കോൺസിന്റെ തകരാറ് കൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്ന് കണ്ടാൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ് ഫൈസോസ്റ്റിഗ്മ. മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാൻ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. ഇതൊക്കെ എലാബറേറ്റ് ആയിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് കയറിപ്പോകും. പിന്നെ കൃഷ്ണമണി, പ്യൂപ്പിൾ ചുരുങ്ങുക എന്നുള്ളതാണ് ഫൈസോസ്റ്റിഗ്മയുടെ വേറൊരു കാര്യം. ഈ പ്യൂപ്പിൾ ചുരുങ്ങിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഗ്ലോക്കോമ ഉണ്ടാവും. എന്താ ഈ ഗ്ലോക്കോമ എന്ന് ഉദ്ദേശിച്ചാല് കണ്ണിന്റെ അക്യൂസ് ഹ്യൂമർ, ആന്റീരിയർ ചേംബർ, കനാൽ ഓഫ് സെല്ലം, പോസ്റ്റീരിയർ ചേംബർ, പ്യൂപ്പിൾ വഴി എപ്പോഴും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഈ സർക്കുലേഷനിൽ എവിടെയെങ്കിലും ഡിഫക്റ്റ് വരുമ്പോൾ അവിടെ ആ ഡിഫക്റ്റ് ആണ് കണ്ണിന്റെ പ്രഷർ ആണെന്ന് പറഞ്ഞ ആൾക്കാർ വരും. ഗ്ലോക്കോമ കണ്ണിന്റെ പ്രഷർ ഉണ്ടാകുന്ന ആന്റീരിയർ ചേംബറിലും പോസ്റ്റീരിയർ ചേംബറിലും കനാൽ ഓഫ് സെല്ലത്തിലും പ്യൂപ്പിളിന് വഴി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അപ്പൊ പ്യൂപ്പിൾ കൺട്രാക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ അതിന്റെ ഫ്ലോയ്ക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോഴാണ് ഗ്ലോക്കോമ അവിടെ ഉണ്ടാവും. ഈ ഗ്ലോക്കോമയ്ക്ക് ഫൈസോസ്റ്റിഗ്മ, അതായത് പ്യൂപ്പിൾ കൺട്രാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഗ്ലോക്കോമയ്ക്ക് ഫൈസോസ്റ്റിഗ്മ നല്ല റിസൾട്ട് കിട്ടും. മനസ്സിലായല്ലോ? ആ ഗ്ലോക്കോമ എന്താണെന്നും അത് കണ്ണിലെ പ്രശ്നം എന്ന് പറഞ്ഞ ആൾക്കാർ വരും. നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതാണ്
വെറുതെ വളരെ സിമ്പിൾ ആണ് കേസ്. അക്യൂസ് ഹ്യൂമർ എന്ന് പറയുന്നത് ആന്റീരിയർ ചേംബർ, ആന്റീരിയർ ചേംബർ, കനാൽ ഓഫ് സെല്ലം, പോസ്റ്റീരിയർ ചേംബർ, പ്യൂപ്പിൾ വഴി ഇങ്ങനെ എപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ആ സർക്കുലേഷനിൽ എവിടെയെങ്കിലും ബ്ലോക്ക് വരുമ്പോഴാണ് അവിടെ അത് കണ്ണില് പ്രഷർ കൂടും. സാധാരണ രീതിയിൽ അതിനാണ് അങ്ങനെ പ്രഷർ കൂടുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഈ ഫൈസോസ്റ്റിമയുടെ റിസൾട്ട് വരുന്ന മയോപ്പിയയ്ക്ക്. മയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന്റെ നമുക്ക് പാരലായിട്ട് വരുന്ന പ്രകാശരശ്മി റെറ്റിനയുടെ മുമ്പിൽ വെച്ച് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കാഴ്ച ക്ലിയർ ആവുന്നു. അപ്പൊ റെറ്റിനായി തന്നെ അത് ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത്. അതായത് വരുന്ന പ്രകാശരശ്മിയെ കണ്ണിന്റെ മുമ്പിൽ ഒരു കോൺകേവ് ലെൻസ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഡൈവേർഷൻ ചെയ്തിട്ട് വീണ്ടും ഫോക്കസ് ചെയ്യും. അപ്പൊ അത് റെറ്റിനായി തന്നെ വരും. അതിനാണ് അങ്ങനെയുള്ള കണ്ടീഷൻ, അതായത് കോൺകേവ് ലെൻസ് വെച്ച് ഉപയോഗിക്കുന്നത്. അതായത് റെറ്റിനയുടെ മുമ്പില് ഓബ്ജക്റ്റ് ഫോക്കസ് ചെയ്യുന്ന അവസ്ഥയാണ് മയോപ്പിയ എന്ന് പറയുന്നത്. ധാരാളം കുട്ടികളിൽ ഇപ്പം മയോപ്പിയ വരുന്നുണ്ട്. പക്ഷെ ആദ്യകാലത്തൊക്കെ നമുക്ക് അടുത്ത നേരത്തൊക്കെ വരികയാണെങ്കിൽ ഈ മയോപ്പിയ നമുക്ക് ഫൈസോസ്റ്റിപ്പ ഒരുമാതിരി നല്ല റിസൾട്ട് കിട്ടുന്നു മയോപ്പിയ. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3x ആണ് ഇതിന് ഉപയോഗിക്കുക, സാധാരണ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ അപ്പൊ മയോപ്പിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വസ്തുക്കൾക്ക് സൂക്ഷിച്ചു നോക്കുക, വായിക്കുക ചെയ്യുമ്പോഴുണ്ടാകുന്ന കാഴ്ചക്കുറവും അത് ഈ മയോപ്പിയായി തന്നെ വരുന്ന ഒരു സിംപ്റ്റം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സൂക്ഷിച്ചു നോക്കുക, വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാഴ്ചയില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, മയോപ്പിയ ഉണ്ടാകുന്നത് റെറ്റിനയുടെ മുമ്പിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് പോയിട്ട്. അപ്പൊ ഇത് കണ്ണിന് വേദന, അപ്പൊ ഇത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കണ്ണിന് വേദനയൊക്കെ ഉണ്ട്. അതൊക്കെ അതിന് പ്രോത്സാഹനിക മയോപ്പിയ എന്ന് പറയുമ്പോൾ തന്നെ അത് വരും. ഈ കണ്ടീഷൻസിൽ അപ്പൊ ഫൈസോസ്റ്റിപ്പയുടെ 2-3 കണ്ടീഷൻ ഞാൻ പറഞ്ഞു. ഒന്ന് റോഡ് കോൺസിന്റെ തകരാറ്, 2 പിന്നെ പ്യൂപ്പിൾസിന്റെ കൺട്രാക്ഷൻ കൊണ്ട് ഗ്ലോക്കോമ എന്ന് പറയുന്ന രോഗം ഉണ്ടാവുക, 3 മയോപ്പിയ എന്ന് പറയുന്ന രോഗം. ഈ 3 രോഗങ്ങളിലും ഈ ഫൈസോസ്റ്റിമ നല്ല റിസൾട്ട് കിട്ടും. 3x ആണ് സാധാരണ ഉപയോഗിക്കുന്നത്, നല്ലതാണ്. പിന്നെ അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് അറാളിയ റെസിമോസ. അറാളിയ റെസിമോസ എന്ന് പറയുന്നത് രാത്രി ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന വലിച്ചിലോട് കൂടിയ ചുമയാണ് അറാലിയ റെസിമോസയുടെ ഏറ്റവും പ്രധാന. രാത്രി ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന വലിച്ചിലോട് കൂടിയ ചുമ. ചിലപ്പോൾ ശ്വാസം മുട്ടൽ ചില ആൾക്കാർ പറയാറുണ്ട്. ശ്വാസം മുട്ടൽ ഇല്ല എന്ന് വെച്ച് അറാലിയ റെസിമോസ റൂൾ ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല, അത് ഉപയോഗിക്കാം. രാത്രി ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന വലിച്ചിലോട് കൂടിയ ചുമയാണ് അറാലിയ റെസിമോസ. സാധാരണ രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാവാറുള്ളത്. ഇത് അല്ലെങ്കിൽ ഇത് ചുമ വർദ്ധിച്ച് കാണുന്നത്. ഈ കണ്ടീഷനിൽ വരുമ്പോഴാണ് അറാലിയ റെസിമോസ. പിന്നെയുള്ളത് മയാൾഗിയ മിഗേൽ ലാസിയോഡോറ. മിഗൈൽ ലാസിയോഡോറ, സ്പെല്ലിംഗ് എന്ന് പറയാം. MIGAL, മിഗൈൽ. ലാസിയോഡോറ LASIODORA. മിഗേൽ ലാസിയോഡോറ വിറവാദത്തിന്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കണ്ടീഷൻസ് ഉണ്ടാകുന്ന എപ്പോഴും അങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന വിറവാദത്തിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിത്. നേരത്തെ ഞാനൊരു വിറവാദത്തിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ടാർട്ടില ഹിസ്പാനിയ. അതിന്റെ പുറകെ ഞാൻ പറയുന്നതാണ് മിഗേൽ ലാസിയോഡോറ. ഇതെല്ലാം 8 കാലി വർഗത്തിൽപ്പെടുന്ന സ്പൈഡർ ആണ് കേട്ടോ. സ്പൈഡർ, അതുകൊണ്ടാണ് സ്പൈഡറിന്റെ കോമൺ സിംറ്റം സ്പൈഡർ പോയിസൺസ് ആണ് ഇതെല്ലാം. സ്പൈഡർ ആണ്, ടാരന്റുലയും അത്, മിഗയിലും അത് സ്പൈഡർ ആണ് അതിന്റെ ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ഇത് വരുന്നത് കേട്ടോ. പിന്നെയല്ല, കണ്ണും വായും തുടരെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. അതാണ് എപ്പോഴും കണ്ണും വായും തുടരെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന സിംപ്റ്റം. എപ്പോഴും അടയ്ക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ട് കണ്ണും വായും. അതോടൊപ്പം തന്നെ നടക്കുമ്പോൾ കാലിന് സ്വാധീനമില്ലാതെ കാല് നിലത്തൂടെ വലിച്ചോണ്ട് നടക്കും. അപ്പൊ ഈ 2 കണ്ടീഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് മിഗേൽ ലാസിയോഡോറ ഉപയോഗിക്കുന്ന അവസ്ഥ. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാന ഒരു ലക്ഷണം എന്താ വെച്ചാല്, ഉറങ്ങുമ്പോൾ സകല ഇളക്കങ്ങൾക്കും ആശ്വാസം. ഈ ആള് ഉറങ്ങുമ്പോൾ ഇതൊന്നും അറിയുന്നില്ല, എല്ലാം ആശ്വസിച്ചു. വീണ്ടും ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് പഴയ പോലെ തന്നെ ആവർത്തിക്കും. അപ്പൊ ഈ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസം ഉറക്കത്തിൽ ഇല്ലാതെ വരികയും ഉണരുമ്പോൾ ഉണ്ടാവുകയും ചെയ്താൽ മിഗൈൽ ലാസിയോഡോറ ഉപയോഗിക്കാം. പിന്നെ ഉള്ളത്
ഫിക്സ് ലിക്വിഡ. ഫിക്സ് ലിക്വിഡ എന്ന് പറയുന്നത് ഇടതുവശത്ത് മുകളിൽ നിന്ന് മൂന്നാമത്തെ വാരിയലിന്റെ ഭാഗത്ത്, അത് സ്റ്റേർണത്തോട് ചേരുന്ന ഭാഗത്ത് വേദനയാണ് ഫിക്സ് ലിക്വിഡയുടെ ഏറ്റവും പ്രധാനം. ഇടതുവശത്ത് മുകളിൽ നിന്ന് മൂന്നാമത്തെ വാരിയലിന്റെ ഭാഗത്ത്, അത് സ്റ്റേർണത്തോട് ചേരുന്ന ഭാഗത്ത് വേദന, ഫിക്സ് ലിക്വിഡ. ഇൻഫ്ലുവൻസ ഉണ്ടായ ശേഷം ഉണ്ടാകുന്ന ചുമയ്ക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ വേദനയ്ക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ചുമയ്ക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് തെറിഡിയോൺ. തെറിഡിയൻ എന്ന് പറയുന്നത് എല്ലാവരും അറിയുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്ന് തന്നെയായി തെറിഡിയൻ എന്ന് പറയുന്നത്. കണ്ണടയ്ക്കുമ്പോഴും ശബ്ദം കേൾക്കുമ്പോഴും തലചുറ്റിൽ ഓക്കാനം ഉണ്ടാവുക, കണ്ണടയ്ക്കുമ്പോഴും ശബ്ദം കേൾക്കുമ്പോഴും തലചുറ്റിൽ ഓക്കാനം ഉണ്ടാവുക, കടലാസ്, പട്ട് മുതലായവ കൂട്ടി ഉരസുമ്പോൾ അസഹ്യത തോന്നുക, ഇടത്തുവശത്ത് നെഞ്ചിൽ നിന്നും ഇടത്തുവശത്ത് സ്കാപ്പുല ഭാഗത്തേക്ക് വേദന പോവുക, ശബ്ദം പല്ലുകളിൽ കൂടി കടന്നു പോകുന്ന പോലെ തോന്നുക, ശബ്ദം പല്ലുകളിൽ കൂടി കടന്നു പോകുന്ന പോലെ തോന്നുക, നട്ടെല്ലിന്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ അമർത്തിയാൽ, നട്ടെല്ലിന്റെ ഇടയിലുള്ള, അതായത് തമ്മിൽ യോജിക്കുന്ന ആ പോയിന്റുകളിൽ ഇടയ്ക്ക് പാക്കിംഗ് ഉള്ള ഭാഗത്ത് അമർത്തിയാൽ വേദനയുണ്ടാവുക. ഇതെല്ലാമാണ് തെറഡിയോണിന്റെ പ്രധാന സിംറ്റംസ്. തെറഡിയോൺ പലപ്പോഴും നമുക്ക് ചിലപ്പോഴൊക്കെ എങ്കിലും വരാറുണ്ട്, നോക്കാവുന്ന ഒരു സിംറ്റം തന്നെയാണ്. പിന്നെ അടുത്തത് തലാപ്സി ബേഴ്സ പാസ്റ്റോറിസ്. തലാപ്സി ബേഴ്സ പാസ്റ്റോറിസ് എന്ന് പറയുന്നത് ഒന്നിടവിട്ട ആർത്തവം അതിശക്തമായ രക്തപ്രവാഹത്തോടു കൂടിയായി. തലാപ്സി ബേഴ്സ പാസ്റ്റോറിസ് ഒന്നിടവിട്ട ആർത്തവം അതിശക്തമായ രക്തപ്രവാഹത്തോടു കൂടിയായി. മെൻസസിന് മുമ്പും പിൻപും ലൂക്കോറിയ ഉണ്ടായി. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ യൂട്രസില് ചതവ് തട്ടിയ പോലെയുള്ള വേദന ഉണ്ടായി. ഒന്നാമത്തെ ആർത്തവം അവസാനിക്കുന്നതിന് മുമ്പ് അടുത്തത് തുടങ്ങും. യൂട്രസിൽ ശക്തമായി വേദന അനുഭവപ്പെടും. ഈ കണ്ടീഷൻ, അതാണ് മൂത്രാശയ, അതായത് ഈ ഏറ്റവും പ്രധാനം യൂട്രസ് സംബന്ധമായ ഈ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്നിടവിട്ട ആർത്തവം അതിശക്തമായ രക്തപ്രവാഹത്തോടായിരിക്കും. മെൻസസിന് മുമ്പും പിൻപും ലൂക്കോറിയ ഉണ്ടായിരിക്കും. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ യൂട്രസിന്റെ ഭാഗത്ത് ചതവ് തട്ടിയ പോലെയുള്ള വേദന ഉണ്ടാവും. ഒന്നാമത്തെ ആർത്തവത്തിന്റെ അവസാനിക്കുന്നതിന് മുമ്പ് അടുത്ത തുടങ്ങുകയും ചെയ്യും. യൂട്രസിൽ ശക്തമായ വേദന ഉണ്ടാകുമ്പോൾ തലാപ്സി ബേഴ്സ പാസ്റ്റോറിസ്. പിന്നെ തലാപ്സി ബേഴ്സ പാസ്റ്റോറിസ് ഉപയോഗിക്കുന്ന മറ്റൊരു കണ്ടീഷൻ ദീർഘകാലമായ മൂത്രാശയ രോഗം. മൂത്രനാളി ഉള്ളിലുണ്ടാകുന്ന നീർക്കെട്ട്, മൂത്രനാളിക്ക് യൂറിനറിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, മൂത്ര ഇടയിട്ട് കുറേശ്ശെ നേരിയതായി പോകുക. കിഡ്നി സ്റ്റോണിന് ലൈക്കോപോഡിയത്തിന് സഹായ ഔഷധമായും തലാപ്സി ബേഴ്സ പാസ്റ്റോറിസ്. അപ്പൊ ഒന്ന് യൂട്രൈൻ കംപ്ലൈന്റ്, രണ്ട് കിഡ്നി മൂത്രാശയ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മൂത്രാശയ രോഗത്തിന് നീർക്കെട്ട് അങ്ങനെയുള്ളത്, മൂന്ന് കിഡ്നി സ്റ്റോണിന് പോലെയുള്ളതിന് ലൈക്കോപോഡിയത്തിന് കോംപ്ലിമെന്റ്. ഈ മൂന്ന് കണ്ടീഷൻസ് ആണ് തലാപ്സി ബേഴ്സ പാസ്റ്റോറിസിന്റെ ഉപയോഗം പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് ഹൈഡ്രോഫോബിനം. ഹൈഡ്രോഫോബിനം എന്ന് പറയുന്ന മെഡിസിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ സിംപ്റ്റം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് സംയോഗ സമയത്ത് ഇന്ദ്രിയം പോകാതിരിക്കുക എന്നുള്ളതാണ്. അതൊരു ആ കണ്ടീഷൻസ്, പക്ഷേ പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല. ഈ അവസ്ഥയിലാണ് നമുക്ക് ഹൈഡ്രോഫോബിനം നമ്മൾ ഉപയോഗിക്കുക. ഹൈഡ്രോഫോബിനം എന്ന് പറയുന്ന അങ്ങനെ ഒരു അവസ്ഥയിലുണ്ട്. പിന്നെ ഉള്ളത് ആർട്ടിമിഷ്യ വൾഗാരിസ്. ആർട്ടിമിഷ്യ വൾഗാരിസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രായപൂർത്തി വരുന്ന സമയത്തുണ്ടാകുന്ന അപസ്മാര രോഗം, എപ്പിലെപ്സിക്കാണ് ആർട്ടിമിഷ്യ വൾഗാരിസ്. ഇനി അതിന്റെ സിംപ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, എല്ലാപ്പോഴും ആ സിംപ്റ്റം ഒന്നും കിട്ടിക്കോണമെന്നില്ല, എങ്കിൽ പോലും സിംപ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കാലിൽ നിന്നോ അടിവയറ്റിൽ നിന്നോ മേൽപോട്ട് എന്തോ ഇഴഞ്ഞു കയറുന്നത് പോലെ തോന്നിയതിന് ശേഷം, അതാണ് ഓറ. ഓറ ക്ലിയർ ആണെങ്കിൽ സംശയമില്ല, മാറും. അപസ്മാര ഗോഷ്ഠി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആർട്ടിമിഷ്യ വൾഗാരിസിന്റെ ഒരു പ്രധാനം. പിന്നെ അപസ്മാര ഗോഷ്ഠികൾ തുടരെ അടുത്തടുത്ത് പല പ്രാവശ്യം ഉണ്ടാവും.
അതിനുശേഷം അത് ഒരു പ്രാവശ്യം ഉണ്ടായി അതിനോട് ഒന്നിന് ലിങ്ക് ചെയ്ത് പല പ്രാവശ്യം ഉണ്ടായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് മാറുന്നു. ആ രീതിയിലാണ് ആർട്ടിമിഷ്യ വൾഗാരിസ് വരുന്നത്. അത് ഈ ഔഷധത്തിന് നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാവും. പിന്നെ കുട്ടികളില് പല്ലുവരവ് സംബന്ധിച്ചുണ്ടാകുന്ന കൺവൽഷന് വളരെ അപൂർവമായിട്ടൊക്കെ ഉണ്ടാവാറുള്ളൂ, എങ്കിൽ പോലും കൺവൽഷന് ആർട്ടിമിഷ്യ വൾഗാരിസ് ഉപയോഗിക്കാം. പിന്നെയുള്ളത് ഈ ഔഷധം ഉപയോഗിക്കാം ചിലരിൽ അപസ്മാര ഗോഷ്ഠികൾ. പിന്നെയുള്ളത് അത് ഒത്തിരി കേസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ചിലരിൽ അപസ്മാര ഗോഷ്ഠികൾ പൂർണ്ണമാകാതെ ആരംഭിച്ചിട്ട് അപ്പോൾ തന്നെ ഇല്ലാതെ പോകും. അതായത് അതിന്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഉദാഹരണത്തിന് ഒരു നിമിഷം മാത്രം ഉണ്ടാകുന്ന ഒരു ബോധക്ഷയം അഥവാ തലചുറ്റി. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സ്വല്പനേരം മുഖഭാവം മാറി അനങ്ങാതെ നിന്നതിന് ശേഷം വീണ്ടും കളി തുടരുന്നതായി കാണാം. ഈ അവസ്ഥ, അതായത് വളരെ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്ന എപ്പിലെപ്സികൾക്കും ആർട്ടിമിഷ്യ വൾഗാരിസ് ഉപയോഗിക്കാം. പിന്നെയുള്ള ആർട്ടിമിഷ്യ വൾഗാരിസിന്റെ ഏറ്റവും പ്രധാനം വേറൊരു ഉപയോഗം ഉറക്കത്തിൽ ബോധമില്ലാതെ എഴുന്നേറ്റ് സഞ്ചരിക്കാൻ സോമനാംബുലിസം. കാലിഫോസിനോട് ഇടയിട്ട് ഈ ഔഷധം ഉപയോഗിക്കാം. കാലിഫോസിനോട് ഇടയിട്ട് അടുത്തത് ബ്യൂഫോ. ബ്യൂഫോ എന്ന് പറയുന്നത് പുരുഷലിംഗത്തിന്റെ ബലഹീനത, ഇന്ദ്രിയം വളരെ വേഗം പൊയ്പോകുക എന്നുള്ളതാണ്. അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ടവരെയാണ് ബ്യൂഫോയുടെ പരിധി വരുന്നത്. ഈ ഔഷധം വളരെ ഫലപ്രദവുമാണ്. അങ്ങനെയുള്ള കേസുകൾ ഒത്തിരി ആളുകൾ നമ്മുടെ അടുക്ക വന്നിട്ടുണ്ടാവും. അവർക്കൊക്കെ ഈ ഔഷധം കൊടുത്താൽ വളരെ റിസൾട്ട് കിട്ടും. ബ്യൂഫോ അങ്ങനെ വരും. അടുത്ത കലാഡിയം. എൻ്റെ സമയം ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. ഈ കലാഡിയത്തോട് കൂടി ഞാൻ നിർത്താം. പിന്നീട് അടുത്ത വേറെ ഏതെങ്കിലും സമയത്ത് പറയാം. കലാഡിയം എന്ന് പറയുന്നത് ബ്യൂഫോ പുരുഷലിംഗത്തിന് ബലഹീനത, ഇന്ദ്രിയം വളരെ വേഗം പോയിപ്പോകുക, അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ അവർ പരാജയം. ഇതാണ് പ്രധാനമായിട്ടും ബ്യൂഫോയുടെ വരുന്നത്. ഈ ഔഷധം വളരെ ഫലപ്രദമാണ്. പല ആളുകളിലും ഞാൻ കൊടുത്തു നോക്കിയിട്ടുള്ളതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ അടുത്ത് കലാഡിയം എന്ന് പറയുന്നത് ജനനേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന സഹിച്ചുകൂടാത്ത ചൊറിച്ചില്, യൂറൈറ്റിസ് ആണ് കലാഡിയത്തിന്റെ വരുന്നത്. യൂറൈറ്റിസ് ഈ ഔഷധം പ്രധാനമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഡയബറ്റീസ് രോഗികളിൽ പെർഫ്യൂസിൽ ഉണ്ടാകുന്ന അഗ്രചർമ്മത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിൽ ഈ ഔഷധം ഉപയോഗിക്കാം. കലാഡിയം ഉപയോഗിക്കുന്ന 2 കണ്ടീഷൻ ഇതാണ്: ജനനേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന സഹിച്ചുകൂടാത്ത ചൊറിച്ചിൽ, യൂറൈറ്റിസ്. ഈ ഔഷധം പിന്നെ ഡയബറ്റീസ് രോഗികളിൽ പെർഫ്യൂസിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, ഇത് രണ്ടും കലാഡിയത്തിന്റെ പരിധി വരും. വീണ്ടും ഗാംബോജിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഗ്രേസീനിയ മോറില്ല എന്ന പേരിലാണ് ഇപ്പൊ നമുക്ക് ഇത് കിട്ടുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. 2 കണ്ടീഷനുള്ളൂ. ഇത് സർവ്വസാധാരണ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ബ്ലഡ് കൊളസ്ട്രോളിനാണ്. 15 തുള്ളി വീതം ഇഞ്ചർ 3 നേരം കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഗ്രേസീലിയ മോറില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അത് മിക്കവാറും. ഗാംബേജിയ ഇപ്പൊ അധികം കാണുന്നേയില്ല. ഗാംബേജിയ ബുക്കിൽ മാത്രം ഇങ്ങനെ കാണുന്നു. പിന്നെ വേറൊരു ഇതിന്റെ അടുത്ത പുസ്തകാലത്ത് പ്രായാധിക്യം ചെന്നവർക്ക് ദ്രാവക രൂപത്തില് വയറിളക്കത്തിന് ഇത് നല്ല ഔഷധമാണ്. അപ്പം ഗാംബോജിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രേസീനിയ മോറില്ല എന്ന് പറയുന്നത് ബ്ലഡ് കൊളസ്ട്രോളിന് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. അതോടൊപ്പം പുസ്തകാലത്ത് പ്രായം ഉണ്ടാകുന്ന വയറിളക്കത്തിന് ഉപയോഗിക്കാം. അപ്പൊ ഏതാണ്ട് 10:22 ആയി. ഇനി 8 മിനിറ്റേ ഉള്ളൂ. ആ 8 മിനിറ്റ് ഞാൻ ഇനി ബാക്കി മുന്നോട്ടേക്ക് പോകുന്നില്ല. പിന്നെ കുറച്ച് മെഡിസിൻസ് ഇനി ഏതെങ്കിലും സമയത്ത് ഞാൻ പറയാം. ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഭാഗത്ത് നിന്ന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ പിന്നീട് ഒരു സാറിന്റെ വളരെ നല്ലൊരു ക്ലാസ് ആണ്. ശാന്താചന്ദ്രൻ മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ എത്രയും വേഗം ഹാൻഡ് റൈസ് ചെയ്യണേ. മാഡം അൺമ്യൂട്ട് ചെയ്തോ? ശാന്താചന്ദ്രൻ മാഡം ഡോക്ടറെ? കേക്കാം. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. പെട്ടെന്ന് ഒരുപാട് മെഡിസിൻ കവർ ചെയ്ത് ഡോക്ടർ. എനിക്ക് സംശയം ചോദിക്കാനുള്ളതേ, നമ്മള് ആർട്ടിമേഷ്യ വൾഗാരിസ് ഡോക്ടർ പറഞ്ഞില്ലേ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇങ്ങനെ ഒരു കൺവൽഷന്. എനിക്കൊരു 8 വയസ്സുള്ള ഒരു മോനുണ്ട്. അത് കളിച്ചോണ്ട് നിൽക്കുമ്പോ തന്നെ 1 സെക്കൻഡ് നേരത്തേക്ക്
അനങ്ങാതെ അങ്ങ് സ്റ്റാച്ചു പോലെ നിൽക്കും. അതന്നെയാണ് കുറച്ച് നേരം ആർട്ടിഫിഷ്യൽ കഴിയുമ്പോഴത്തേക്ക് ശരിയാവും ചെയ്യും. ആ ആർട്ടിഫിഷ്യൽ സ്റ്റാച്ചു പോലെ നിൽക്കും. കൃത്യമായി പറഞ്ഞത് കേട്ടോ. അത് കൊടുത്തു നോക്കൂ കേട്ടോ. ആർട്ടിമേഷ്യ കൊടുത്തു നോക്കാനോ? ആർട്ടിഫിഷ്യൽ വൽഗാരിസം ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ. അപസ്മാരകോശികൾ പൂർണ്ണമാകാതെ ആരംഭിച്ചിട്ട് അപ്പോൾ തന്നെ ഇല്ലാതെ പോകുന്നതായി കാണുന്നു. ഉദാഹരണത്തിന് ഒരു നിമിഷം മാത്രം ഉണ്ടാകുന്ന ബോധക്ഷയം അഥവാ തലചുറ്റ് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്വല്പനേരം മുഖഭാഗം മാറി അനങ്ങാതെ നിന്നതിന് ശേഷം വീണ്ടും കളി തുടരുന്നതായി കാണാം. ഞാൻ പറഞ്ഞതാണ്. അതാ ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ഏത് പൊട്ടൻസി കൊടുക്കണ്ടേ? സാധാരണ രീതിയിൽ ഇതിലൊക്കെ നമുക്ക് താഴ്ന്ന പൊട്ടൻസി കിട്ടുള്ളൂ. വലിയ പൊട്ടൻസി ഹൈ പൊട്ടൻസി ഒന്നും കിട്ടത്തില്ല. അവൈലബിൾ ആയ പൊട്ടൻസി കൊടുക്കാന്നുള്ളൂ കേട്ടോ. റെയറബിലിറ്റി പലപ്പോഴും നമുക്ക് ഇന്ന മെഡിസിൻ പറഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ മെഡിസിൻ പോലും അവിടെ കാണില്ല. പിന്നെ എങ്ങനെയാണ് പറയുന്നത്? അതുകൊണ്ട് കിട്ടുന്ന മേടിച്ച് കൊടുക്കും. കുഴപ്പമില്ല. ഏത് മെഡിസിൻ ആയ ഏത് പൊട്ടൻസി ആയാലും ആക്കി കേട്ടോ. ശരി ശരി. താങ്ക് യു സാർ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. നന്ദി ശാന്ത മാഡം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹാൻഡ് റൈസ് ചെയ്യണേ. നമ്മുടെ സമയം. ജയചന്ദ്രൻ ഡോക്ടർ. ഡോക്ടർ സംസാരിക്കാം. ജയചന്ദ്രൻ ഡോക്ടർ. ഡോക്ടറെ വളരെ 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 ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഇത്രയും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് തന്നതിൽ വളരെയധികം നന്ദിയും സന്തോഷവും തോന്നുന്നുണ്ട്. പിന്നെ സാറ് ഇനിയുള്ള സമയത്ത് സാറ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ മരുന്നുകളെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഡോസും അതിൻ്റെ പൊട്ടൻസിയും കൂടെ ഒന്ന് പറഞ്ഞിരുന്നാൽ ഞങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാവുമായിരുന്നു. അതെ, ഇതിനകത്ത് കുഴപ്പം ഞാൻ പറഞ്ഞാല് പൊട്ടൻസി പറയുമ്പോ പൊട്ടൻസി പലപ്പോഴും നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടണമെന്നില്ല. ഒന്ന് ഞാൻ പിന്നെ ചിലതിന്റെയൊക്കെ പൊട്ടൻസി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മെഡിസിൻ നമ്മൾ വാങ്ങി റെയർ റെമഡീസ് ഒക്കെ മാർക്കറ്റിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഇത് വേണമെന്ന് പറഞ്ഞ് ചെന്നാൽ അത് കാണും. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഔഷധം ക്ലിയർ ആണെങ്കിൽ എന്തായാലും ഔഷധം അവിടെ ആക്കി. അതുകൊണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഔഷധങ്ങൾ വാങ്ങുക എന്നുള്ളത് റെയർ റെമഡിയെ സംബന്ധിച്ച് സാധിക്കുള്ളൂ കേട്ടോ. പോളിക്കർഷൽ റെമഡി പോലെ എല്ലാ ഔഷധങ്ങളും എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും അവൈലബിൾ അല്ല എന്നുള്ളതാണ് പ്രധാനം കേട്ടോ. ഞാൻ പറയുന്നതിന് കുഴപ്പമില്ല. തെറപ്പി ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നോക്കാം കേട്ടോ. അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചുകൂടെ ശ്രമിക്കാം. സാറേ ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ. കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് ഒരു പേഷ്യന്റ് വന്നായിരുന്നു. അയാൾ ഗൾഫ് റിട്ടേൺ ആണ്. ഇപ്പൊ നാട്ടില് ബേക്കറി നടത്തുകയാണ്. ഇപ്പൊ പുള്ളി വീട്ടില് ഈ ബിസിനസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുളിച്ച് ബാത്റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ പുള്ളിക്ക് ചുമയും ചുമച്ച് ചെറിയ ശ്വാസം മുട്ടും. പകലൊന്നും ചുമയില്ല, വേറെ ഒന്നുമില്ല, ജലദോഷമില്ല, തുമ്മയില്ല. വീട്ടിൽ വന്ന് ബാത്റൂമിൽ കയറി കുളിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചുമയും ചെറിയ ചെറിയ ശ്വാസം മുട്ടും. അതിന് ഏത് ട്രിക്ക് നമുക്ക് ആലോചിക്കാം സാറേ? ഞാൻ പിന്നെ ഒരിക്കൽ വിളിച്ച് ചോദിച്ചോളാം സാറേ. അല്ല സാറേ, എന്റെ നമ്പർ അറിയാമല്ലോ. നാളെ ഒരു ഉച്ച കഴിയുമ്പോ എന്നെ ഒരു 4 മണി കഴിയുമ്പോ വിളിച്ചോളൂ, ഞാൻ പറയാം. ഓക്കെ സാർ. ഓക്കെ ജയേന്ദ്രൻ സാറേ. ഇനി നമുക്ക് ഡോക്ടർ സുബൈദ സലാം മാഡം. ഗുഡ് ഈവനിങ് സാർ. ഒരു നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാണ്. ഒരു ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യന്റ് ലെഫ്റ്റ് സൈഡില് ചെവിയുടെ പുറകിലായിട്ട്, ഓക്സിപിറ്റൽ മീൻസ് ലെഫ്റ്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് പെയിൻ വന്നിട്ട് പുറകോട്ട് ചെവിയുടെ ബാക്കിൽ വരെ പെയിൻ, സിവിയർ പെയിൻ. ലാക്കസിസ് കൊടുത്തു, പക്ഷെ വേണ്ടത്ര ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല. എന്നുവെച്ചാല് രാവിലെ ഉറക്കത്തിന് എണീക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വന്നെങ്കിൽ ഈവനിങ് ആകുമ്പോഴേക്ക് ഭയങ്കര പെയിൻ. ആ ഒരു ഡെയിലി പെയിനാ ലെഫ്റ്റ് സൈഡില് ഓക്സിപിറ്റൽ നമ്മുടെ ചെവിയുടെ പുറകിലാണ്. പുറകിൽ നിന്ന് വന്നിട്ട് അത് ഒരു മിഡിൽ വരെ ജസ്റ്റ് നമ്മുടെ ഇയർ പിന്നയുടെ പാക്കിലൊക്കെ ഭയങ്കര പെയിനാ. രാത്രിക്കാരൊക്കെ ചില സമയത്ത് പെയിൻ കൂടെ കിടക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള പെയിൻ. രാത്രിയുള്ളോ പകലുണ്ടോ? പകലുണ്ട്. പക്ഷെ ഒരു എക്സാക്ട് ഒരു ടൈം ഇല്ല. ഡെയിലി ഉണ്ട്. ഒരു 2 മന്ത്സോളായിട്ട് ഡെയിലി ഉണ്ട്. അത് ചില സമയത്ത് ഒരു പ്രത്യേക മൊഡാലിറ്റി ആയിട്ട് കിട്ടുന്നില്ല. ചില ടൈമിൽ വല്ലാതെ അങ്ങ് കൂടും.
പിന്നെ ചിലപ്പോ ഒരു സ്പോട്ടിൽ ചെവിയുടെ എത്ര ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു പെയിൻ. എത്ര വയസ്സ് പ്രായമുള്ള ആളാ? ഒരു 62 അതെ. ഒക്കെ ഉണ്ട്. ഇത് ഉണ്ടാവാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോ ഞാൻ പറഞ്ഞ ഇൻസിഡൻസ് ഒന്നുമില്ല, ഹൈപ്പർ ടെൻസീവ് ആണ്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ? അതെ, പിന്നെ മെയിനായിട്ട് അത് തന്നെ ഉള്ളത്. പിന്നെ ഗ്യാസ്ട്രിക് ഭയങ്കര ഡിസ്റ്റൻസ്, ഫ്ലാറ്റ് ലെൻസ് അങ്ങനെയുള്ള ഒരാളും കൂടിയാണ്. ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കാൻ പറ്റുന്ന മെഡിസിൻ എന്ന് പറയുന്നത് സെപ്പിയായുടെ സിംറ്റം ഉണ്ടെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ സ്പൈജീലിയ കൊടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു. സ്പൈജീലിയ പിന്നെ ആദ്യം കൊടുത്തിരുന്നു. പിന്നെ BP എപ്പോഴും വേരിയന്റ് ആയിട്ടാണ്, ചിലപ്പോൾ കുറയും, പിന്നെ ചിലപ്പോൾ വളരെ ഹൈ ആവും. ഡയസ്റ്റോളിക് എപ്പോഴും ഡയസ്റ്റോളിക് ആണ് ഭയങ്കര ഹൈ ആയിട്ട് പോകുന്നത്. അപ്പൊ ഹാർട്ടുമായിട്ട് എന്തോ ബന്ധം? കാർഡിയാക്കായിട്ട് വേറെ അല്ല, അത് ഡയസ്റ്റോളിക് കൂടുമ്പോ എപ്പോഴും ഹാർട്ടുമായിട്ട് ബന്ധം ഉണ്ടാവും. ഡയസ്റ്റോളിക് കൂടുതലാണ് വരുന്നത് എപ്പോഴും. സിസ്റ്റോളിക് കൂടുമ്പോ ഒട്ടും ഡെയിലി പെയിൻ ഉള്ളത് കൊണ്ട് ഒരു കാര്യം ഡോക്ടറെ, ഈ പറഞ്ഞ പോലെ നാളെ എന്നെ ഒന്ന് വിളിക്കാമോ? ഞാൻ ഉച്ച കഴിഞ്ഞ് വിളിക്കാം. ഡോക്ടറെ, ഇനി നമുക്ക് ഡോക്ടർ ഷഹീർ അബ്ബാസ്. ഡോക്ടറെ കേൾക്കാമോ? വളരെ ഇൻഫർമേഷൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. പല മെഡിസിൻസും ഇതുപോലെ തൊട്ടുപോലെ നോക്കാത്തതായിരുന്നു സാർ പറഞ്ഞത്. വളരെ സന്തോഷം, നന്ദിയുണ്ട്. ഇനി ഒന്നുകൂടെ റെക്കോർഡിങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ചിലപ്പോൾ സ്പീഡ് കൂടി നിന്നിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിലും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു യങ് ലേഡി നല്ല നടുവേദന, തലവേദന, മുതുവേദന, അതുപോലെ തന്നെ കൈകാൽ കഴപ്പ്, പെരുപ്പ്, ക്ഷീണം, തളർച്ച, എപ്പോഴും കിടക്കണമെന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ ഉള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അതിന് നമുക്ക് വേറെ ഈ കോൺസ്റ്റന്റ് ആയിട്ട് ഒന്നുമില്ല, പഠിക്കാൻ പോകുന്നതാണ്. പക്ഷെ വീട്ടിൽ ഇരുന്നിട്ട് പഠിക്കാൻ പോകാനൊക്കെ മടിയും ഒക്കെ കാണിക്കുന്നു. ഒന്നെങ്കിൽ ആൽഫ നോക്കാം, അല്ലെങ്കിൽ അവൈന സെറ്റൈവ നോക്കാം. രണ്ടും ഇതിന് ഉപയോഗിക്കാവുന്ന മെഡിസിൻ തന്നെയാണ്. അവൈന സെറ്റൈവ ടിഞ്ചർ കൊടുക്കാം. ആൽഫ ടിഞ്ചർ ഇത് തന്നെയാ പറയുക. ആൽഫ ടിഞ്ചർ വല്ലതും കൊടുത്തു നോക്കിയിട്ടുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. ആൽഫ ടിഞ്ചർ നല്ലതാണ്. അത് സാധാരണ രീതിയിൽ ആൽഫ ടീച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറയാൻ പറ്റുമായിരിക്കും കേട്ടോ. ആൽഫ ഒന്ന് കൊടുത്തു നോക്കും, ഒരു 10 തുള്ളി മരുന്ന്. പൊളി പഠിക്കാൻ പോകുന്നതായോണ്ട് 2 നേരം കൊടുത്താൽ മതി. 10 തുള്ളി മരുന്ന് ആഹാരത്തിന് മുമ്പ് കുറച്ച് ദിവസം കൊടുക്കുക. നന്ദി ഡോക്ടറെ. ഇനി നമുക്ക് സാറിന് നന്ദി പറയുന്നതിന് അബ്ദുൽ സലാം സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സാറിന് നന്ദി പറയുന്നതിന് അബ്ദുൽ സലാം സാറ്. നമസ്കാരം. നമ്പൂതിരി സാറിന്റെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റിലെ ക്ലാസ് നന്ദി പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എപ്പോഴും ഓർക്കാറുണ്ട്. അന്ന് സാറിനോട് പ്രത്യേകം എന്നും സാറിന്റെ മക്കള് അന്ന് 2-3 കുട്ടികളും വന്നിരുന്നു, സ്റ്റുഡൻസ്. അവരായിട്ടാണ് തുടക്കം. അന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ഇനി വരണം. ആ വാക്ക് സാർ അതുപോലെ പാലിച്ചു. മാത്രമല്ല ഒത്തിരി ക്ലാസ്സുകൾ IAPH വേണ്ടി എടുക്കുകയും എത്രയോ ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിനുശേഷം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും സാറിന്റെ ക്ലാസ്സുകൾ എപ്പോഴും വീഡിയോകളൊക്കെ കാണാറുണ്ട് ഇതില് IAPHന്റെ. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ പ്രത്യേകം സാറിനും നമ്മുടെ ഇന്നത്തെ IAPHന്റെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ പേരിലും IAPHന്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക്സ്.
നിയമ ഡോക്ടർ മ്യൂട്ടാണ്. ആ, അപ്പം കേട്ടില്ലല്ലേ? ആ ആ ആ, അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും നല്ല ക്ലാസ് തന്ന ഡോക്ടർ PK നമ്പൂതിരി സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. 1471 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.